നമസ്കാരം. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്ക് നേരെ നടന്ന ബജ്രംഗദൾ ഭീകരതയും പരസ്യ വിചാരണയും ശിക്ഷ നടപ്പാക്കലും കേരളം മറക്കില്ല. എന്നാൽ സഭ അത് അതിവേഗം മറന്നിരിക്കുന്നു. അല്ലെങ്കിൽ എങ്ങനെയാണ് പുരോഹിതന്മാർക്ക് മാരാർജി മന്ദിരത്തിന്റെ പടി കയറാൻ കഴിഞ്ഞത്? സാധാരണ ഇങ്ങോട്ടാണ് കേക്ക് കിട്ടാറ്, ഇന്നലെ അങ്ങോട്ടാണ് കേക്ക് കൊടുത്തത്. ദുർഗിലെ സെൻട്രൽ ജയിലിൽ വെറും നിലത്ത് കിടന്ന് പനിച്ചു വിറച്ചവരാണ് സിസ്റ്റർ മേരി പ്രീതിയും സിസ്റ്റർ വന്ദന ഫ്രാൻസിസും. ആ പനിച്ചൂട് ഇറങ്ങും മുൻപേ വേട്ടക്കാർക്ക് കേക്ക് കാഴ്ചവെക്കാൻ അരമനകൾക്ക് തിടുക്കം വന്നത് എന്തുകൊണ്ട്? ഛത്തീസ്ഗഡിന്റെ പേരിൽ എന്ത് കൊടുക്കൽ വാങ്ങലിനാണ്? എന്ത് അവിശുദ്ധ ഉടമ്പടിക്കാണ് സഭയും കേരള BJPയും അണിയറ നീക്കം നടത്തുന്നത്? നിരുപാധിക പിന്തുണ സമ്മാനിച്ച കേരളത്തിന്റെ പൊതുമനസാക്ഷിയെ സഭ എത്ര വെള്ളിക്കാശിനാണ് ഒറ്റുകൊടുക്കുന്നത്? ഈ വിഷയമാണ് സ്പെഷ്യൽ എഡിഷൻ ചർച്ച ചെയ്യുന്നത്. കിട്ടിയതൊന്നും പോരെ. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ CPM-ൽ നിന്നും K. അനിൽകുമാർ, ക്രിസ്ത്യൻ കൗൺസിലിന്റെ പ്രതിനിധി കെന്നഡി കരിമ്പങ്കാല എന്നിവർ തത്സമയം സ്പെഷ്യൽ എഡിഷനിൽ അതിഥികളായി പങ്കുചേരുന്നു. അല്പസമയത്തിനകം സഭാ സുതാര്യ സമിതിയുടെ പ്രതിനിധി ഷൈജു ആന്റണിയും ഈ ചർച്ചയുടെ ഭാഗമാകും. ആദ്യം ശ്രീ K. അനിൽകുമാർ, മാരാർജി മന്ദിരത്തിന്റെ പടികടന്ന് കേക്കുമായി എത്തിയിരിക്കുകയാണ് പുരോഹിതന്മാർ നന്ദി പ്രകാശിപ്പിക്കാൻ. എന്താണ് ഇതിന്റെ ഉള്ളറ രഹസ്യം? രഹസ്യമാണെങ്കിൽ നമുക്കറിയത്തില്ല, ഉള്ള രഹസ്യമാണെങ്കിൽ ഒട്ടും അറിയത്തില്ല. പക്ഷെ നമുക്കറിയാവുന്ന ചില കാര്യങ്ങളുണ്ട്. RSS അധികാരത്തിലിരിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ മതന്യൂനപക്ഷങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളാവട്ടെ, അവരുടെ ആരാധനാ സംവിധാനങ്ങളാവട്ടെ, അവർ നടത്തുന്ന വിദ്യാലയങ്ങളാവട്ടെ, അനാഥ മന്ദിരങ്ങളാവട്ടെ, സ്ഥാപനങ്ങളാവട്ടെ, ഇവയൊക്കെ തന്നെ കടന്നാക്രമണത്തിന് വിധേയമാവുകയാണ്. അത് ക്രൈസ്തവ മതന്യൂനപക്ഷം മാത്രമല്ല, ബൗദ്ധ മതന്യൂനപക്ഷം, ജൈന മതന്യൂനപക്ഷം, ഇസ്ലാം മതന്യൂനപക്ഷം, ഇതെല്ലാം കടന്നാക്രമണത്തിന് ഇരയായി തീരുന്നു എന്നുള്ളത് 11 കൊല്ലമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കടന്നാക്രമണം നടത്തുന്നതിനിടയിൽ ന്യൂനപക്ഷങ്ങളെ എങ്ങനെ തമ്മിലടിപ്പിക്കാം എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യം. അമിത്ഷാ തന്നെ കേരളത്തിൽ വന്ന് 5 കൊല്ലം മുമ്പ് ഒരു യുദ്ധം പ്രഖ്യാപിച്ചു. ആ യുദ്ധത്തിൽ അമിത്ഷയുടെ മുദ്രാവാക്യം ചുവപ്പ് ജിഹാദി ഭീകരത. അതിന്റെ അർത്ഥം എന്തെന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇസ്ലാം മതക്കാരുമായി പൊരുത്തപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇസ്ലാം മതത്തിനു വേണ്ടി മാത്രമാണ്. അങ്ങനെ ചുവപ്പ് രാഷ്ട്രീയക്കാരായ ഞങ്ങളും ജിഹാദി രാഷ്ട്രീയം പയറ്റുന്ന അല്ലെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രീയവും കൂടിച്ചേർന്നുകൊണ്ടാണ് ഈ കേരളത്തിനകത്ത് രാഷ്ട്രീയം ഉണ്ടാക്കുന്നതെന്നാണ് അമിത്ഷാ ദേശീയ തലത്തിൽ വന്നിവിടെ ജാഥ നടത്തിയതിന്റെ ലക്ഷ്യം. അതിന്റെ ഭാഗമായിട്ടോ കാസ എന്ന് പറയുന്നൊരു സംഘടന വളരെ ബോധപൂർവം കെട്ടിപ്പടുത്തു. അവര് പലതരത്തിലുള്ള ക്യാമ്പയിൻ നടത്തി, വിദ്വേഷജനകമായ ക്യാമ്പയിൻ. ആ വിദ്വേഷത്തിന്റെ മർമ്മം എന്ന് പറയുന്നത് മുസ്ലിം വിരോധമായിരുന്നു. ക്രൈസ്തവർക്കിടയിൽ മുസ്ലിം വിരോധം ഉണ്ടാക്കുക. സാധാരണഗതിയിൽ ക്രൈസ്തവ സഭയും അതുമായി ബന്ധപ്പെട്ട വിശ്വാസ പരിസരങ്ങളിലും ഉള്ളവർ മനസ്സുകൊണ്ട് തന്നെ ഇത്തരം വെറുപ്പിന്റെ രാഷ്ട്രീയത്തിനെതിരെ നിൽക്കേണ്ടവരാണ്. ആ വെറുപ്പ് എന്ന് പറയുന്നത് മുന്നോട്ട് വെക്കേണ്ടവരല്ല. പക്ഷെ വളരെ ബോധപൂർവം മുസ്ലിമിനെ വെറുക്കുക. അങ്ങനെ മുസ്ലിമിനെതിരായി ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം വേണം. ഈ മുദ്രാവാക്യം ഒരു ഭാഗത്ത് കേരളത്തിൽ RSS വളരെ ബോധപൂർവ്വം ഉയർത്തി. അതിന്റെ കെണിയിൽ ആളുകൾ ധാരാളം വീണു. മുമ്പ് പലസ്തീനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ കേരളത്തിലൊക്കെ തന്നെ പലസ്തീനിലെ മനുഷ്യരെ കൊല്ലരുത് എന്ന് പറയുന്നവരുടെ എണ്ണം വളരെയേറെ ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? പലസ്തീനിലെ മനുഷ്യരെ കൊല്ലരുത് എന്ന് പറയുന്നവരുടെ എണ്ണം കുറയുകയും ഇസ്രയേൽ പക്ഷപാതികളുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്തു. എന്തുകൊണ്ടാണ് സംഭവിച്ചത്? ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു രാജ്യം ജൂതരാജ്യമാണ്. യേശുദേവന്റെ ജന്മയിടം, നസറായനായ യേശുദേവന്റെ ജന്മയിടം ജെറുസലേം. അവിടെ നല്ല നേരം നോക്കിയാണ് ഏതെങ്കിലും ക്രൈസ്തവ സഭ വിശ്വാസിക്ക് അവിടെ ആരാധന നടത്താൻ പറ്റുക. അവിടെ ഒരു ക്രൈസ്തവരുടെ പള്ളി കഴിഞ്ഞ ദിവസം ആക്രമിക്കപ്പെട്ടു, അവിടുത്തെ പുരോഹിതൻ ആക്രമിക്കപ്പെട്ടു. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇസ്രയേൽ എന്ന് പറഞ്ഞാൽ പുളകം കൊള്ളുന്ന തരത്തിലേക്ക് ക്രൈസ്തവ സമൂഹത്തിനിടയിൽ വളരെ ബോധപൂർവം RSSന്റെ പ്രവർത്തനം കടന്നു കയറി. അതുകൊണ്ട് ഇത് സഭാപിതാക്കന്മാർക്ക് മാത്രമോ ചില സഭാ കേന്ദ്രങ്ങൾക്ക് മാത്രമോ ഉണ്ടാകുന്ന പ്രശ്നമല്ല.
വർഗീയവൽക്കരണം ക്രൈസ്തവ സമൂഹത്തിലും ശക്തമാണ്. ശരി, ഇതൊരു പൊതു നിലപാടെന്ന നിലയിൽ അങ്ങ് ക്രൈസ്തവ ആദ്യമായി സമൂഹത്തിലും പറയുന്നു. ആദ്യം ശക്തമാണ്. അല്ല, ഒരു പൊതു നിരീക്ഷണം എന്ന നിലയിൽ അങ്ങ് ഈ കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നു. പക്ഷേ എനിക്ക് സ്പെസിഫിക്കായി ഈ വിഷയത്തിൽ തന്നെ നിൽക്കണം. അങ്ങ് പറഞ്ഞ കാര്യങ്ങൾ അപ്രസക്തമാണെന്നല്ല ഉദ്ദേശിച്ചത്. ശ്രീ കെ അനിൽകുമാർ, ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അതിന് മുന്നോടിയായി ക്രിസ്ത്യൻ സഭയ്ക്കും വിശ്വാസികൾക്കും BJPയുടെ തനിനിറം മനസ്സിലായി. അതിനുള്ള സന്ദർഭമായിരുന്നു ഛത്തീസ്ഗഡ് അനുഭവം എന്നെല്ലാവരും കരുതിയിരിക്കെ അവർ ഇങ്ങോട്ട് വരുന്നതിന് മുൻപ് അങ്ങോട്ടേക്ക് പോവുക, അവർ കേക്ക് എന്ന പ്രതീകവുമായി ഇങ്ങോട്ട് വരുമ്പോൾ അങ്ങോട്ടേക്ക് കേക്ക് കൊടുത്ത് കൂടുതൽ ആഭിമുഖ്യം കാണിക്കുക, അതാണ് ഇന്നലെ നടന്നിരിക്കുന്നത്. അരമനയിലല്ല നടന്നത്. അരമനയേക്കാൾ അവർ ഇപ്പോൾ പരിപാവനമായി കാണുന്ന മാരാർജി മന്ദിരത്തിലാണ്. അതെന്തുകൊണ്ട്? അതിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അവിടെ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം, കേരളത്തിലെ എല്ലാ സഭകളും അത്തരമൊരു നിലപാട് എടുക്കുന്നവരോ അതിനോട് യോജിക്കുന്നവരോ അല്ല. സഭകൾക്കിടയിൽ വ്യത്യസ്തതകളുണ്ട്, പല ധാരകളുണ്ട്. അതിൽ ചില ആളുകൾ കൂടുതൽ ആക്രമിക്കപ്പെടുന്നുണ്ടാവും. ആക്രമിക്കപ്പെടുന്നതിന്റെ ഭാഗമായി കൂടുതൽ വിധേയപ്പെടാൻ നിർബന്ധിക്കപ്പെടുന്നവരുണ്ടാവും. ഞാൻ കോട്ടയംകാരനാണല്ലോ, എന്റെ ഒരു അനുഭവം ഞാൻ പറയാം. അല്ലല്ല, അതിലേക്ക് വരാം. കോട്ടയത്താണ് അതിലേക്ക് വരാം. ഇതിലെ പ്രശ്നം അല്ലല്ല, അങ്ങ് പറയുന്ന അത്രയും നിഷ്കളങ്കമായ കാര്യങ്ങളെ കണ്ടുകൂടാ. അങ്ങ് പറയുന്ന അത്രയും നിഷ്കളങ്കമായ കാര്യങ്ങളെ കണ്ടുകൂടാ. രണ്ട് വശമുണ്ട്, രണ്ട് സാധ്യതകളാണ് നമ്മുടെ മുന്നിലുള്ളത്. ഒന്ന്, അങ്ങ് പറഞ്ഞതുപോലെ ഈ സഭകളിൽ വലിയ ശക്തിദുർഗങ്ങളെന്ന് പറയാവുന്ന വിഭാഗങ്ങളല്ല മാരാർജി മന്ദിരത്തിലേക്ക് പോയിരിക്കുന്നത്. താരതമ്യേന അത്രയും ശക്തിയില്ലാത്ത വിഭാഗങ്ങളുടെ പുരോഹിതരാണ് പോയിരിക്കുന്നത്. ഒരുപക്ഷെ ഇതൊരു ടെസ്റ്റ് ഡോസ് ആകാം. വലിയ ആളുകൾക്കൊക്കെ വരുന്നതിന് മുൻപായിട്ട് ഒരു അന്തരീക്ഷം ഉണ്ടാക്കുക എന്ന് പറയുന്ന ധാരണയുണ്ടല്ലോ, അതിൻ്റെ തുടക്കമാകാം ഇത്. അങ്ങനെ കാണുന്നുണ്ടോ? ഇനി രണ്ടാമതായി, ഇവിടെ പല ധാരണയിലും എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അത് BJP തന്നെ സ്വയമേവ പ്രഖ്യാപിക്കാൻ ബുദ്ധിമുട്ടുന്നൊരു സാഹചര്യത്തിൽ അവരുടെ കേന്ദ്രസ്ഥാനത്ത് നാളെ അവരുടെ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ ഇരിപ്പിടം ഒരുക്കിയിരിക്കുന്ന മുറിയുള്ള അതേ അവരുടെ പുതിയ ആസ്ഥാനത്ത് തന്നെ പുരോഹിതരെ എത്തിക്കുക, അത് പ്രതീകാത്മകമായി ചില കാര്യങ്ങൾ സംസാരിക്കുന്നതാണ്. ഈ രണ്ട് കാര്യങ്ങൾ അങ്ങ് നിഷേധിക്കുന്നോ? അല്ല, ഇവിടെ RSSും BJPയും എന്താണ് അജണ്ട വെക്കുന്നത്, അതിന്റെ ഭാഗമായിട്ട് അവരെങ്ങനെയാണ് ഇതിനെ കൈകാര്യം ചെയ്യുന്നുള്ളത് നമുക്ക് നല്ല ധാരണയുണ്ട്. എല്ലാ സഭാ പിതാക്കന്മാരും അതുപോലെ തന്നെ സഭാ നേതാക്കന്മാരും അതിന്റെ പിന്നാലെ പോകുമെന്നൊന്നും ഇപ്പൊ തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ആരെങ്കിലും സഭാ നേതാക്കന്മാർ എന്തെങ്കിലും കാരണങ്ങളാൽ നിർബന്ധിക്കപ്പെട്ട് അവിടെ ഹാജരാകാൻ നിർബന്ധിക്കപ്പെട്ടാൽ അവർ ചെല്ലുന്നത് സ്വമേധയാണ് എന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട. അവർ സമൺ ചെയ്യപ്പെടുകയാണ്. അവിടെ ചെന്നില്ലേ വിവരം അറിയും. ED വന്ന് കയറും. ED വന്ന് കയറിയാലുള്ള അവസ്ഥ എന്താണ്? ഇവിടുത്തെ സഭകൾ നടത്തുന്ന നിരവധി സ്ഥാപനങ്ങളുണ്ട്. അവര് കടലാസുമായിട്ട് EDയുടെ മുന്നിൽ പോയിരിക്കണം. അവരെ പീഡിപ്പിക്കും, അവരെ ആക്രമിക്കും. ഇത് ഭരണകൂട വേട്ടയാണ്. ശരി ശരി, ഭരണകൂട വേട്ട നടത്തുമ്പോൾ എന്തുകൊണ്ട് ഇന്നലെ ഇത്ര ധൃതി പിടിച്ച് ഈ മാരാർജി മന്ദിരത്തിലേക്ക് ഒരു വിഭാഗം സഭാ നേതൃത്വം പോവുക, കേക്ക് സമ്മാനിക്കുക, നന്ദി പ്രകാശിപ്പിക്കുക, അതിൻ്റെ ഒരു തിടുക്കവും അടിയന്തര സ്വഭാവവും എന്തായിരുന്നു? വേണു, ഛത്തീസ്ഗഡിലെ വിഷയം നമുക്കറിയാം. നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. അതിൻ്റെ ഗൗരവം നമുക്കറിയാമായിരുന്നു. നമുക്ക് ഇവിടുന്ന് LDF UDF MP പോയത് നമുക്ക് ഏറെക്കുറെ മനസ്സിലാക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ അവർക്ക് സ്റ്റേറ്റിന് പുറത്തൊരു പോർട്ട്ഫോളിയോ ഉള്ള ആളുകളാണ്. ഈ സംസ്ഥാനത്തിനകത്തെ കാര്യങ്ങൾ നിർവഹിക്കാൻ ചുമതലപ്പെട്ടവരാണ് MLAമാർ. അവർക്ക് പുറത്ത് യാതൊരു പോർട്ട്ഫോളിയോ ഇല്ല. പക്ഷെ അവരും ഇവിടുന്ന് കോട്ട് സൂട്ടൊക്കെ ഇട്ട് കയറുകയും രണ്ട് കന്യാസ്ത്രീകളുടെ നടുക്ക് തലവെച്ച് നിൽക്കുന്ന ഫോട്ടോയും പരിഹാസ്യമായ ചില ഫോട്ടോകളും ചിലത് കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. ഇതൊക്കെ പൊളിറ്റിക്സ് ആണെന്ന് നമുക്ക് നന്നായി അറിയാം. വളരെ ആത്മാർത്ഥമായി നിങ്ങളുടെ രണ്ട് കന്യാസ്ത്രീമാർക്ക് ജാമ്യം കിട്ടുന്നതിൽ അതിനിർണായകമായ ഇടപെടൽ നടത്തിയത് ആ 3 പെൺകുട്ടികളുടെയും ഈ പറയുന്ന മാതാപിതാക്കളുടെയും സത്യവാങ്മൂലമാണ് എന്നങ്ങ് നിഷേധിക്കുമോ? അല്ല, അത് അവരാണല്ലോ ബന്ധുജനങ്ങൾ. അപ്പൊ സത്യവാങ്മൂലം അവരുടേതായിട്ട് തന്നെ വരണമല്ലോ, അല്ലാതെ അതൊക്കെ നിയമപരമായ കാര്യങ്ങളാണ്. ഒരു നിമിഷം. ആ സത്യവാങ്മൂലത്തിന്റെ ഉള്ളടക്കം എന്തായിരുന്നു? പ്രായപൂർത്തിയായവരാണ്,
നേരത്തെ മുതൽ തന്നെ ക്രിസ്തീയ മതവിശ്വാസികളാണ്, മനുഷ്യക്കടത്തല്ല, സ്വമേധയാ പോവുകയാണ്, ഒരു ജീവനം തേടിയാണ് പോകുന്നത്. ഈ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ 2 കന്യാസ്ത്രീകളുടെ മേൽ ചുമത്തപ്പെട്ടിരിക്കുന്ന രാജ്യദ്രോഹ സ്വഭാവമുള്ള കുറ്റങ്ങളെല്ലാം ആവിയായിപ്പോയി. അതിനാധാരമായത് എല്ലാവിധത്തിലുള്ള ഭീഷണികളെയും അതിജീവിച്ചുകൊണ്ട് അരക്ഷിതരായ ഇവർ, ആദിവാസികൾ അല്ലേ, ഗോത്രവിഭാഗങ്ങൾ, അവിടെ ഏറ്റവും ആക്രമിക്കപ്പെടുന്നവർ, അവരാണ് സധൈര്യം ഈ സത്യവാങ്മൂലം നൽകിയത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അവരിപ്പോൾ ആരുടെ പരിരക്ഷയിലാണ്? ഞാനിപ്പോൾ ഇത് എടുത്തിടാനുള്ള കാരണം അങ്ങ് പോർട്ട്ഫോളിയോയെ പറ്റിയൊക്കെ പറയുകയുണ്ടായി. ഇവിടെ നിങ്ങളുടെ 2 കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടാൻ അത്രയും ഭീഷണികൾ നേരിട്ട് കൊണ്ട് സത്യവാങ്മൂലം നൽകിയ അവരുടെ ജീവന് കാവലായി നിൽക്കുന്നത് ആരാ? അനിൽകുമാറിന്റെ പാർട്ടിക്കാരാ, CPIയും CPMും ഒക്കെയാണ്. അവരുടെ പരിരക്ഷയിലാണിപ്പോൾ ഈ പറയുന്ന കുട്ടികളും അവരുടെ മാതാപിതാക്കളും ആ സഹോദരനും കഴിയുന്നത്. അത് കെന്നഡി കരിമ്പങ്കാലയ്ക്ക് അറിയാമോ അത് ആരുടെ പോർട്ട്ഫോളിയോയിൽ വരുന്നതാണ് എന്ന്? വേണു നല്ലൊരു കലാകാരനും കൂടിയാണെന്ന് എനിക്ക് പണ്ടേ അറിയാം. കാരണം ഞാനിപ്പോഴും ഓർക്കുന്നു വേണുവിന്റെ ഒരു പഴയ പാട്ട്, ഇങ്കുലാബിൻ മക്കൾ ഞങ്ങൾ. ഞാൻ ആ ഒരൊറ്റ പാട്ടിന്റെ ഒറ്റ വരിയിൽ വേണുവിന് ഇപ്പൊ പറഞ്ഞ ഡയലോഗിലുള്ള അല്ല, ഞാൻ മറുപടി ഒതുക്കി. കാരണം വേണു CPMനെ അല്ല, അത് പറയണം. അല്ല, എനിക്കൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിൽ വസ്തുതാവിരുദ്ധമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങേക്കത് ഖണ്ഡിക്കാം. ഇല്ല, വേണു വളരെ വസ്തുതയോടെ കാര്യങ്ങൾ പറഞ്ഞു. അതായത് അവർ കൊടുത്ത അഫിഡവിറ്റിനകത്ത് കന്യാസ്ത്രീകൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നും പ്രായപൂർത്തിയവരാണെന്നും ഒക്കെ സത്യസന്ധമായി വേണു പറഞ്ഞു. അത് തന്നെയാണ് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞത്. അവർ തെറ്റ് ചെയ്തിട്ടില്ല എന്നും അവരെ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ജാമ്യത്തിൽ അവരെ കൊണ്ട് തെറ്റായി കള്ളമൊഴി പറയിച്ച് അവരെ കൊണ്ട് കള്ള സത്യവാങ്മൂലം ഒപ്പിടിക്കാനുള്ള നീക്കങ്ങളൊക്കെ നടത്തിയിരുന്നു അല്ലേ? ആ വിവരങ്ങൾ അടക്കം അവർ വെളിപ്പെടുത്തുകയുണ്ടായി. എന്നിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആരെയാണോ അവർ വിരൽ ചൂണ്ടിയത് അവർക്കെതിരെ ഒരാൾക്കെതിരെ പോലും ഇതുവരെയും ഒരു കേസും എടുത്തിട്ടില്ല. അതെന്താ രാജീവ് ചന്ദ്രശേഖർ അങ്ങ് വിഴുങ്ങിക്കളഞ്ഞത്? ഞാൻ ആ ഭാഗത്തേക്ക് വരാം. അതിനുമുമ്പ് എനിക്കൊരു ഒറ്റ കാര്യം പറയണം. പോർട്ട്ഫോളിയോയെ പറ്റി വല്ലാതെ അവബോധത്തോടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന കെന്നഡി അങ്ങയോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഔദാര്യം പോലെ കിട്ടിയതാണിപ്പോ ഈ പറയുന്ന ജയിൽ മോചനം, ഈ ജാമ്യം. അത് ഈ പറയുന്ന നിസാര ജീവിതങ്ങളെന്ന് നിങ്ങൾ കരുതുന്ന വിഭാഗമുണ്ടല്ലോ, അരക്ഷിതരായവർ, അവരുടെ സത്യവാങ്മൂലത്തിന്റെ ബലത്തിലാണ്. അവരെ ഇപ്പോൾ പരിരക്ഷിക്കുന്നത് ആരാണ്? ആ പോർട്ട്ഫോളിയോയെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അല്ല, വേണു ഈ ഔദാര്യം പോലെ കിട്ടിയതാണ് ഈ ജാമ്യം എന്ന് പറഞ്ഞാൽ വേണു വല്ലാതെ ചങ്കു വേദനിക്കുന്ന പോലെ ഇരിക്കുന്നു. എന്ത് കരുതി മെയ് മാസം രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞതും ഈ കുട്ടികൾ പറഞ്ഞതും എല്ലാം ഒന്ന് തന്നെ എന്ന് പറയുക വഴി നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ വേട്ടക്കാരനൊപ്പമാണ്. ഒരു നിമിഷം ശ്രീ അനിൽകുമാർ, ആരുടെ പരിരക്ഷയിലാണ്? ഇപ്പോൾ ഇവിടെ കെന്നഡി പറയുന്നു ഈ പോർട്ട്ഫോളിയോയെ പറ്റി കോട്ടും സൂട്ടും ഇട്ട് പോയി എന്ന് പറയുന്നു. ഇപ്പൊ മോദി പറയുന്നതിനനുസരിച്ച് ബ്രിട്ടാസിന് ജുബ്ബയിട്ട് നടക്കാൻ പറ്റുമോ? മുണ്ടുമെടുത്ത് നടക്കാൻ പറ്റുമോ? മോദി പറഞ്ഞതിന്റെ ദിവസം തൊട്ടാണല്ലോ ഈ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ മുണ്ടും ജുബ്ബയും ഇട്ടിറങ്ങിയിരിക്കുന്നത്. ആ ഗതികേട് ബ്രിട്ടാസിനില്ല. കെന്നഡി, ശ്രേയൽകുമാർ, ആരുടെ പരിരക്ഷയിൽ? ഇദ്ദേഹം ഈ ചൂണ്ടിക്കാട്ടുന്നത് എന്ത് പോർട്ട്ഫോളിയോ, എന്ത് കോട്ടും സൂട്ടും? അതെ, അതറിയണമെങ്കിൽ ഈ നാരായൺപൂരില് ഇപ്പൊ ആദ്യമായിട്ടല്ല ഈ സംഭവം ഉണ്ടായത്. ഛത്തീസ്ഗഡിലെ നാരായൺപൂർ എന്ന് പറയുന്ന സ്ഥലം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ കേന്ദ്രമായിട്ടുള്ളൊരു സ്ഥലമാണ്. അവിടെ CPയുടെ സ്ഥാനാർത്ഥിയാണ് നിയമസഭയിൽ അവിടെ മത്സരിച്ചത്. ആ കാലഘട്ടത്തിൽ ഒരു വാർത്ത ഞാനിപ്പോൾ ഓർക്കുന്നു. ആ വാർത്തയുടെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, നാരായൺപൂരിൽ നടക്കുന്ന ക്രൈസ്തവ വേട്ടയുമായി ബന്ധപ്പെട്ട് ചെറുത്തു നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അവിടെ ക്രൈസ്തവരുടെ മനസ്സിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യണം എന്ന ഒരു ചിന്താഗതി വന്നിരിക്കുകയാണ്. പക്ഷെ അപ്പോൾ ഒരു പ്രശ്നം വരും. പ്രശ്നം എന്താണ്? ഹിന്ദുക്കളുടെ വോട്ട് വിഭജിക്കപ്പെട്ടാൽ BJP അവിടെ ജയിക്കും. അതുകൊണ്ട് കോൺഗ്രസിന് കിട്ടുന്ന വോട്ടിന്റെ കൂടെ ക്രൈസ്തവരുടെ കോൺഗ്രസിന്റെ കൂടെ പോകാതെ ക്രൈസ്തവരുടെ കുറെ വോട്ട് CPIക്ക് പോയാൽ കോൺഗ്രസ് ജയിക്കില്ല എന്നതുകൊണ്ട് കോൺഗ്രസുകാർ പറയുകയാണ്, കാര്യം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ ഈ ഗുണമൊക്കെ ചെയ്യുന്നുണ്ട്, നിങ്ങളെ സംരക്ഷിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷെ BJP ജയിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം.
ഇത് ഞാൻ ഇപ്പൊ പറയല്ല. ഛത്തീസ്ഗഡ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട വാർത്തയിലെ നാരായൺപൂരിലെ ക്രൈസ്തവരുടെ ധർമ്മസങ്കടം എന്ന തലക്കെട്ട് വന്ന സാധനം ഞാൻ പറയണത്. ഇപ്പൊ ആരാ ഉള്ളത്? ഛത്തീസ്ഗഡിലെ പ്രതിപക്ഷം അവിടെ ഉണ്ടോ? കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിപക്ഷം ഇവരെ സംരക്ഷിക്കാനുണ്ടോ? യഥാർത്ഥത്തിൽ ആരെയാണോ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്നത് ആ കുടുംബം കന്യാസ്ത്രീകൾക്കൊപ്പം നിന്നതുകൊണ്ടാണ് ജാമ്യം, അമിത്ഷായുടെ ചെലവിലല്ല. ആ കുടുംബത്തിനോടൊപ്പം കോൺഗ്രസ് ഇല്ല, ആ കുടുംബത്തിനോടൊപ്പം BJP ഇല്ല. ആ കുടുംബം സംരക്ഷിക്കപ്പെടുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിന്തുണയിലാണ്. എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. നാരായൺപൂരിലാണ്. ഞങ്ങൾക്ക് പണ്ടേ സ്വാധീനമുള്ള CPIക്കും CPMനും സ്വാധീനമുള്ള സ്ഥലമാണത്. അതുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, വോട്ടിന്റെ എണ്ണം വെച്ചല്ല ഇത് കൈകാര്യം ചെയ്യേണ്ടത്. അല്ലല്ല, ശ്രീ കെന്നഡി പറഞ്ഞതിന് മറുപടി, ശ്രീ കെന്നഡി പറഞ്ഞതിന് മറുപടി ശ്രീ അനിൽകുമാർ, കോട്ടും സൂട്ടും ഇട്ട് അങ്ങോട്ട് പോയി, നിങ്ങളുടെ പോർട്ട്ഫോളിയോ എന്താണ്? അതെ, ഈ രണ്ടിനുമുള്ള മറുപടി. നമുക്ക് ഒരു കാര്യം വരുമ്പോഴത്തേക്കും അതിന്റെ ഭാഗമായി അവകാശ തർക്കം വെച്ച് വർത്താനം പറയേണ്ട കാര്യമല്ല. ഇതിന്റെ അവകാശ തർക്കത്തിന്റെ പ്രശ്നമില്ല. നമ്മുടെ നാട്ടിലെ ക്രൈസ്തവർ ആക്രമിക്കപ്പെടുന്നു. കന്യാസ്ത്രീകൾക്ക് കേരളം വിട്ടുകഴിഞ്ഞാൽ അവരുടെ സഭാവസ്ത്രം ധരിച്ച് സഞ്ചരിക്കാൻ ഇന്ത്യയിൽ സാധിക്കുന്നില്ല. പുരോഹിതന്മാർക്ക് അവരുടെ സഭാവസ്ത്രം ധരിച്ച് കേരളത്തിൽ വിട്ടുകഴിഞ്ഞാൽ സഞ്ചരിക്കാൻ സാധിക്കുന്നില്ല. അല്പം ഇറച്ചിയുള്ള ഭക്ഷണം നമ്മൾ കരുതി ഒരു തീവണ്ടിയിൽ കയറി കേരളം വിട്ടുകഴിഞ്ഞാൽ ആ ഇറച്ചിപ്പാത്രം തുറക്കാൻ കഴിയാത്ത വിധമുള്ള ഭയം ഭരിക്കുന്ന ഒരു ഇന്ത്യയിലാണ് നാം ജീവിക്കുന്നത്. ശരി ശരി, ഞാൻ പറയാം. അനിൽകുമാർ ഈ പറയുന്നതെല്ലാം പ്രസക്തമായ കാര്യമാണ്. പക്ഷേ വിഷയത്തിന്റെ വ്യാപ്തി അങ്ങ് കുറെ കൂടെ വലുതാക്കുന്നു. അതാണ് ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ ഷൈജു ആന്റണി, ഇവിടെ ഈ മാരാർജി മന്ദിരത്തിലേക്ക് ഒരു വിഭാഗം പുരോഹിതർ ഇന്നലെ പോവുക, അവിടെ പോയി രാജീവ് ചന്ദ്രശേഖറിന് കേക്ക് കൊടുക്കുക, അതെന്തിനായിരുന്നു? എന്താണ് അവരെ അതിന് പ്രേരിപ്പിച്ചിരിക്കുന്നത്? ഈ പ്രീതി മേരിയുടെ പനിക്കിടക്കയിൽ നിന്ന് അവർക്ക് ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അവരെ മാറ്റി ഈ രണ്ടുപേരെയും, പ്രീതിയെയും വന്ദന ഫ്രാൻസിനെയും മാറ്റിയാണല്ലോ താമസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത ദിവസം കോടതിയിൽ എത്തിക്കുന്നതിന് മുൻപ് വരെ ആ അരക്ഷിതാവസ്ഥയൊന്നും ഇവർക്ക് മനസ്സിലാകാതെ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് കേക്ക് കൊണ്ടുവരുന്നതിന് മുൻപ് അങ്ങോട്ടേക്ക് കേക്കുമായി എഴുന്നള്ളിയത് എന്തിനാണ്? അതും മാരാർജി മന്ദിരത്തിലേക്ക്. ഒരു സാങ്കേതിക പ്രശ്നമുണ്ട്, അങ്ങ് സംസാരിക്കുന്നത് കേൾക്കാൻ കഴിയുന്നില്ല. അങ്ങയിലേക്ക് വരാം. ശ്രീ കെന്നഡി കരിമികാല, ഇവിടെ ഇപ്പോൾ കേട്ടല്ലോ ആരെയാണ് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്, ആരുടെ ഭാഗത്താണ് എന്ന്. അങ്ങയുടെ മറുപടി. നോക്കൂ വേണു, നമ്മൾ ഒരു കാര്യത്തെ സമീപിക്കുമ്പോൾ നമ്മൾ ഒരു ചെറിയ ഏത് രീതിയിൽ നമ്മൾ അതിനെ കാണുന്നു എന്നുള്ളതിനാണ്, ഏത് വ്യാപ്തിയിൽ അതിനെ കാണുന്നു എന്ന് കൂടെ നോക്കണം. ഒരു കേരളത്തിൻ്റെ രീതിയിലാണോ, അതോ ഇന്ത്യ എന്നുള്ള രീതിയിലാണോ, അതോ ലോകം എന്ന രീതിയിലാണോ? CPM എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മാർക്സിസ്റ്റ് ആണെങ്കിലും ഒരു മാർക്സിസ്റ്റ് ഫിലോസഫി എന്ന് പറയുന്നത് ഒരു വേൾഡ് വൈഡ് ആയിട്ടുള്ള ശ്രീ അനിൽകുമാർ ചോദ്യം വളരെ നേരിട്ടുള്ളതാണ്, അതിനുള്ള മറുപടിയാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. അല്ല, വിഷയത്തിൽ നിന്ന് മാറുന്നില്ല, അതിനുള്ള മറുപടി തന്നെയാണ് കൊടുക്കുന്നത്. കാരണം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ശ്രീ അനിൽകുമാറിന് പറയാനുള്ളത് വൃത്തിയായി പറയാനും അത് ഈ നാട്ടുകാരെ മുഴുവൻ കേൾപ്പിക്കാനും സന്മനസ് കാണിച്ച് വേണു ഇത്രയും ബയസ്ഡ് ആയിട്ട് പെരുമാറരുത്. എനിക്ക് പറയാനുള്ളതുകൊണ്ട് കേൾക്കൂ സമാധാനമായി. ശ്രീ അനിൽകുമാറും അനിൽകുമാറിൻ്റെ പാർട്ടിയും അദ്ദേഹത്തിൻ്റെ മുന്നണിയുമൊക്കെ ഇവിടെ ഹമാസ് അടക്കമുള്ള പലസ്തീനിൽ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാണെങ്കിൽ ഇവിടെ റാലി നടത്തുന്നു, ഇവിടെ പ്രതിഷേധം സംഘടിപ്പിക്കുന്നു. അങ്ങനെ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് പലസ്തീൻ്റെ കാര്യങ്ങളൊക്കെ വന്നു. ഞാൻ ചോദിക്കട്ടെ, ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പാണ് തറയിൽ പിതാവ്. അദ്ദേഹം തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമുണ്ട്, ഈ ഒരു വർഷത്തിനുള്ളിൽ 2000 പേര് നൈജീരിയയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഒരു തവണ വാ തുറക്കുന്നത് കണ്ടിട്ടുണ്ടോ ഇവരാരെങ്കിലും? വെറും മാധ്യമ പ്രവർത്തകനായിട്ട് മാത്രം ഇരിക്കൂ. ബിജെപിയുടെ ഏത് നേതാവ് നൈജീരിയയിൽ അങ്ങ് ചൂണ്ടിക്കാട്ടിയ ഇത്ര വലിയ ക്രിസ്ത്യൻ ഹത്യ നടന്നതുമായി ബന്ധപ്പെട്ട് ഒരു വാർത്താ സമ്മേളനം വിളിച്ചത്, അല്ലെങ്കിൽ അവരുടെ മാധ്യമങ്ങളുണ്ടല്ലോ അതിൽ വലിയ ചർച്ചാ വിഷയമായത് ശ്രദ്ധയിൽപ്പെടാത്തത് കൊണ്ടാണ് അങ്ങൊന്ന് ചൂണ്ടിക്കാട്ടുന്നത്? കെ സുരേന്ദ്രൻ 1-2 തവണ പറഞ്ഞിരുന്നു. 1-2 തവണ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു. കാരണം കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് മാത്രമല്ലല്ലോ നമ്മുടെ മുന്നിൽ ഇപ്പൊ സഖാവ് അനിൽകുമാറിനെ അല്ല സഖാവ് ഈ ഇന്ത്യക്ക് പുറത്ത്
ക്രിസ്ത്യാനികളെ നിരന്തരം വേട്ടയാടുന്നത് ആരാണ് എന്ന് അദ്ദേഹം പലതവണ ചോദിച്ചിട്ടുണ്ട്. അത് ചോദിച്ചിട്ടുണ്ട്. അതിപ്പോ കാസയും ചോദിക്കുന്നുണ്ട്. അല്ലെന്നേ, അത് ചോദിക്കുന്നുണ്ട്. അത് ചോദിക്കുന്നുണ്ട്. അല്ല ഒരു സെക്കൻഡ്. ഇതിലെ അടിസ്ഥാന പ്രശ്നം നിങ്ങളെ വേട്ടയാടുന്ന യഥാർത്ഥ വേട്ടക്കാരനെ കാണുന്നില്ല. നിങ്ങൾക്ക് ഒരു സാങ്കല്പിക ശത്രുവിനെ നിങ്ങൾക്ക് സമ്മാനിച്ചിരിക്കുന്നു BJP. അതിനെതിരെയാണ് നിങ്ങളുടെ എല്ലാ യുദ്ധങ്ങളും. അത് നിഷ്കളങ്കമൊന്നുമല്ല. അതായത് BJP-കാരൻ കേരളത്തിൽ, ശ്രീ അനിൽകുമാർ അങ്ങ് പറഞ്ഞതുപോലെ ചുരുക്കരുത്, ഇവിടെ BJP-കാരൻ സംഘപരിവാറുകാരൻ കേരളത്തിൽ മുസ്ലിം വിരുദ്ധത പറഞ്ഞാൽ ഏശില്ല എന്നതുകൊണ്ട് ക്രിസ്ത്യാനിയുടെ നാവിലൂടെ അത് പറയിക്കുക എന്ന വലിയൊരു പ്രോജക്റ്റാണല്ലോ കാസ. അല്ലെങ്കിൽ പല പ്രധാനപ്പെട്ട ഈ പറയുന്ന പിതാക്കന്മാരും ഇങ്ങനെ വിദ്വേഷം പറയാൻ തുടങ്ങിയത് എപ്പോൾ മുതൽക്കാണ്? അത് BJP-യുടെ അച്ചാരം വാങ്ങിക്കൊണ്ടാണല്ലോ, BJP-യുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ. കാരണം അവർ പറഞ്ഞാൽ ഏശില്ല. അപ്പോൾ പിന്നെ ഇവരെ കൊണ്ട് പറയിക്കുക, ആ പദ്ധതിയാണ് ഇവിടെ നടക്കുന്നത്. അതാണ് ഞാൻ ചോദിക്കുന്നത്. ശ്രീ കെന്നഡി കരിമിങ്ങാല എന്തൊക്കെ അതിൻ്റെ പേരിൽ നേടിയെടുത്തിട്ടുണ്ടെന്ന് ഞാൻ അങ്ങേലേക്ക് വരാം. ഷൈജു അങ്ങേക്ക് കേൾക്കാമെന്ന് കരുതുന്നു. ശ്രീ ഷൈജു കേൾക്കാമോ? കേൾക്കാം. എന്റെ ചോദ്യം നേരത്തെ അങ്ങ് കേട്ടല്ലോ, മറുപടി കേൾക്കാൻ കഴിഞ്ഞില്ല. അങ്ങേക്ക് പറയാം. വേണുവിന് കേൾക്കാമോ? കേൾക്കാം സാർ, പറഞ്ഞോളൂ. അതായത് ഞാൻ വിചാരിക്കുന്നത് KP യോഹന്നാൻ്റെ സഭയിൽപ്പെട്ട കുറച്ച് മെത്രാന്മാരാണ് ഈ മാരാർ ഭവനിൽ പോയതെന്നാണ് എൻ്റെ ഒരു ധാരണ. ശരിയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആവശ്യമുണ്ടെന്നേ. അല്ല, ഒരു സെക്കൻഡ്. ബിലീവേഴ്സ് ക്രിസ്ത്യൻ ചർച്ച് അതിരൂപത അധ്യക്ഷൻ ബിഷപ്പ് മാത്യൂസ് മോർ സിൽവാനോസ്, ആക്സ് ജനറൽ സെക്രട്ടറി ജോർജ് സെബാസ്റ്റ്യൻ, ട്രഷറർ സാജൻ വേളൂർ മാർത്തോമ സഭ, റവറൻഡ് ഷെറിൻ ദാസ് CSI സഭ, ലഫ്റ്റനന്റ് കേണൽ സാജു ദാനിയൽ, ലഫ്റ്റനന്റ് കേണൽ സ്നേഹദീപം സാൽവേഷൻ ആർമി, ഡെനിസ് ജേക്കബ് KMF പെന്തക്കോസ്റ്റ് ചർച്ച്, റവറൻഡ് BT വർഗീസ്, റവറൻഡ് യേശുദാസൻ എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. പക്ഷേ ഇതൊരു ടെസ്റ്റ് ഡോസ് ആയിരിക്കും ഷൈജു ആന്റണി. അങ്ങോട്ടേക്ക് കേക്കും കൊണ്ട് മാരാർജി മന്ദിരത്തിലേക്ക് പോവുക എന്ന് വെച്ചാൽ എന്താ? BJP ഒരു ന്യൂനപക്ഷ പ്രീണനം, ഒരു സെക്കൻഡ് സാർ, BJP ഒരു ന്യൂനപക്ഷ പ്രീണനം നടത്തി, അല്ലെങ്കിൽ BJP സഭയ്ക്ക് വിധേയപ്പെട്ട് ഭയപ്പാടോടുകൂടി കാര്യങ്ങൾ ചെയ്തു. അങ്ങനെ വരരുത്. തിരിച്ചിവർ അങ്ങോട്ടേക്ക് കടപ്പെട്ടിരിക്കുന്നു എന്ന പ്രതീതിയാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ കരുത്തരായ സഭകൾ ആദ്യം ഇറങ്ങില്ല, ടെസ്റ്റ് ഡോസ് നിലയ്ക്ക് ഇവർ പോകുന്നു, പിന്നെ അവർ വന്നുകൊള്ളും. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിൽ ചർച്ച പുരോഗമിക്കുമ്പോൾ പറയാം. ശ്രീ ഷൈജു അങ്ങ് തുടർന്നോളൂ. വേണു, ഞാൻ തീർച്ചയായും വേണു പറഞ്ഞതിനോട് പൂർണ്ണമായും യോജിക്കുന്നു. അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത്. അതായത് ഈ ബിലീവേഴ്സ് ചർച്ചിലെ ആളുകളുടെ നേതൃത്വത്തിൽ ഒരു സംഘം ആളുകൾ മാരാർ ഭവനിൽ പോകുന്നു. അവർ യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഒരു ഭൂരിപക്ഷ ക്രൈസ്തവ സഭയെ പ്രതിനിധീകരിക്കുന്നവരല്ല എന്ന് ഈ പോകുന്നവർക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അടിസ്ഥാനപരമായ സാധനം എന്താണെന്ന് വെച്ചാൽ ക്രൈസ്തവ സഭകൾക്ക് പ്രശ്നമില്ല എന്ന ഒരു തോന്നൽ ഉണ്ടാക്കുക എന്നതാണ് പ്രധാനം. അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാക്കാതെ പ്രധാനപ്പെട്ട ക്രൈസ്തവ സഭാ നേതാക്കളെ ഇനി BJPക്ക് ബന്ധപ്പെടാനാവില്ല. അതിൻ്റെ പ്രധാന പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായിട്ടുള്ള മുഴുവൻ പ്രതിഷേധ സംഗമങ്ങളും ഉണ്ടായിരിക്കുന്നത് വിശ്വാസികളുടെ സമ്മർദ്ദം കൊണ്ടാണ്. അത് ബിഷപ്പുമാരുടെ സമ്മർദ്ദം കൊണ്ടല്ല. ആയിരക്കണക്കിന് അങ്ങ് പറയുകയായിരുന്നു പ്രബല പിതാക്കന്മാർ, സഭകളുടെ പിതാക്കന്മാരല്ല പോയിരിക്കുന്നത്. പക്ഷെ അവർ പോയ വിഷയം എന്താണ്? ഛത്തീസ്ഗഡാണ്. അവിടെ ആക്രമിക്കപ്പെട്ടതാരാണ്? സീറോ മലബാർ സഭയുടെ അല്ലേ 2 കന്യാസ്ത്രീകൾ എന്ന് വെച്ചാൽ ഏറ്റവും പ്രബല വിഭാഗത്തിന്റെ 2 കന്യാസ്ത്രീകളുടെ വിഷയമാണ്. അപ്പോ ഫലത്തിൽ എന്താണ്? ഇവർക്ക് വേണ്ടി അവർ പോയിരിക്കുകയാണ് ആണല്ലോ, അല്ലാതെ അവർക്ക് വേണ്ടി അവർ പോയതല്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അങ്ങ് പറഞ്ഞ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യവുമുണ്ട്. ഇവിടെ ഈ പറയുന്ന ഏതൊക്കെ തരത്തിലുള്ള സഭാവിശ്വാസികളുടെ സമ്മർദ്ദമെന്ന് അങ്ങ് പറഞ്ഞു. പക്ഷേ അതിൽ ഞാൻ അങ്ങയുടെ ഒരു തിരുത്തൽ, 3-ാമത്തെ ദിവസം വാല് ചുരുട്ടി ഇരിക്കുന്ന ആസനത്തിലേക്ക് തന്നെ ചുരുട്ടി വെച്ചുവെങ്കിലും പാമ്പ്ളാനി 2 ദിവസം ഗർജിച്ചു. അതെ, 2 ദിവസം ഗർജിച്ചു. 3-ാം ദിവസം തലയും കുത്തി താഴെ വീണു. ഇതെല്ലാം 3-ാം ദിവസം തലയും കുത്തി താഴെ വീണു. ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഞാൻ പറഞ്ഞു വന്നത്, അത് സീറോ മലബാർ സഭയിലും ഒരു പ്രധാന പ്രശ്നമുണ്ടെന്നേ നമ്മൾ കാണാതിരുന്നു കൂടാ. സീറോ മലബാർ സഭയിലെ ഭൂമി കുംഭകോണം മുതൽ, സീറോ മലബാർ സഭയിലെ റിയൽ എസ്റ്റേറ്റ് പ്രതിസന്ധി മുതൽ, സീറോ മലബാർ സഭയിലെ അന്യായമായ കരിങ്കൽ ക്വാറി മുതൽ, സീറോ മലബാർ സഭയിൽ പ്രതിസന്ധി നേരിടുന്ന ബിഷപ്പുമാരുടെ ഒരു കൂട്ടമുണ്ട്. ആ ബിഷപ്പുമാരെ സംബന്ധിച്ചിടത്തോളം
ഇത് സന്ധി ചെയ്ത് മുന്നോട്ട് പോവുകയല്ലാതെ നിവൃത്തിയില്ല എന്നൊരു സാഹചര്യമുണ്ട്. അവരുടെ സമ്മർദ്ദം ഈ സിനഡിലെ ഒരംഗമായ, പ്രത്യേകിച്ച് പെർമനന്റ് സിനഡിലെ ഒരംഗമായ ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനിക്കും അവരുടെ സമ്മർദ്ദം ഉണ്ടായി കാണും. അങ്ങനെ ഒരു സമ്മർദ്ദമില്ലാതെ എറണാകുളത്ത് വെച്ച് അതിശക്തമായി നിലപാട് വ്യക്തമാക്കി അറിയിച്ച പാംബ്ലാനി മെത്രാൻ എങ്ങനെയാണ് തലശ്ശേരിയിൽ ചെന്നപ്പോൾ ചൂട് മാറിയത്? ചൂട് മാറാൻ മാത്രം ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. ചൂട് മാറിയത് എങ്ങനെയാണ്? ഗർജിച്ച അദ്ദേഹം വാലുമടക്കി ഇരിപ്പിടത്തിൽ തന്നെ തിരിച്ചു പോയതിന്റെ ഘട്ടമാണെന്ന് പറയുന്നത്. അപ്പോഴും 2 ദിവസം അദ്ദേഹം പറയുകയുണ്ടായി. ഒന്ന്, ഇനി അങ്ങ് പറഞ്ഞത് ശരിയാണ്, തലശ്ശേരിയിലേക്ക് തിരിച്ചു പോയി, വാലും ചുരുട്ടി പോയി, അവിടെ പോയിട്ട് ഈ പറയുന്ന പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും സ്തുതിച്ചു. പക്ഷെ അപ്പോഴും അദ്ദേഹത്തെ തള്ളിക്കൊണ്ട് ഇരിങ്ങാലക്കുട രൂപതയുടെ പ്രതിനിധി സംസാരിച്ചു. അവിടുത്തെ പിതാവ്, എനിക്ക് അദ്ദേഹത്തിന്റെ പേരറിയില്ല, ശക്തമായി പറഞ്ഞു ഇത് വ്യക്തിപരമായ അഭിപ്രായമാണ് എന്ന്. അപ്പൊ അങ്ങനെ തള്ളിപ്പറയലുണ്ടായി. അങ്ങേക്കറിയാമല്ലോ, ഇരിങ്ങാലക്കുടയാണ് BJPക്ക് സ്വന്തം ചിഹ്നത്തിൽ ആദ്യമായി ക്രിസ്ത്യൻ സഭകളുടെ പിന്തുണയോടെ, സവിശേഷമായി വിശിഷ്യ ക്രിസ്ത്യൻ സഭകളുടെ പിന്തുണയോടെ ലോക്സഭയിലേക്ക് ആദ്യമായി ഒരു ജയം കിട്ടിയ അതേ സ്ഥലത്തെ ഇരിങ്ങാലക്കുടയിലെ ഒരു പിതാവാണ് പാംബ്ലാനിയെ തള്ളിപ്പറഞ്ഞത്. വേണു, വളരെ പ്രധാനമായി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇരിഞ്ഞാലക്കുടയിലെ പിതാവിൻ്റെ പേര് പോളി കണ്ണൂക്കാടൻ എന്നാണ്. എന്നാൽ സുരേഷ് ഗോപിക്ക് സപ്പോർട്ട് കൊടുത്ത, സുരേഷ് ഗോപിയോടൊപ്പം നിന്ന് സുരേഷ് ഗോപി തൻ്റെ പിതാവിനെ പോലെ കാണുന്നു എന്ന് എന്നോട് പറഞ്ഞിട്ടുള്ള ആൻഡ്രൂസ് താഴത്തെന്ന് പറയുന്ന മെത്രാൻ തൃശ്ശൂരത്തെ മെത്രാനാണ്. ഈ ആൻഡ്രൂസ് താഴത്തെടുത്ത നിലപാടിന് അനുകൂലമായിട്ടാണ് സുരേഷ് ഗോപി അവിടെ വിജയിച്ചത്. ആൻഡ്രൂസ് താഴത്താണ് പല പള്ളികളിലും സംഗമങ്ങൾ ഉണ്ടാക്കാനൊക്കെ സുരേഷ് ഗോപി അടക്കമുള്ള ആളുകൾക്ക് സഹായം ചെയ്തു കൊടുത്തത്. അതെല്ലാം നമുക്ക് വളരെ വ്യക്തമാണ്. നമുക്ക് അവിടുത്തെ ആളുകളെ അറിയാം. നമുക്ക് വളരെ വ്യക്തമാണ്. ആൻഡ്രൂസ് താഴത്തിനോടൊപ്പം നിൽക്കുന്ന ചില വൈദികരാണ് ഇതെല്ലാം ചെയ്തതെന്ന് ഞങ്ങൾ എല്ലാവർക്കും വളരെ വ്യക്തമായിട്ടറിയാം. എന്നാൽ ആൻഡ്രൂസ് താഴത്തിൻ്റെ അതേ നിലപാട് തന്നെയാകണം ഇരിഞ്ഞാലക്കുട രൂപതാ ബിഷപ്പിനെന്ന് നമ്മൾ സാക്ഷ്യം പിടിക്കേണ്ടതില്ലല്ലോ. ഇരിഞ്ഞാലക്കുട രൂപതാ ബിഷപ്പ് മാത്രമല്ലാന്ന് ഇനി പുറത്ത് പറയാൻ മടിച്ചിട്ടുള്ള പാലക്കാട് രൂപതാ ബിഷപ്പ് എന്താണ് പറഞ്ഞത്? പാലക്കാട് രൂപതാ ബിഷപ്പ് ആർച്ച് ബിഷപ്പ് പീറ്റർ കൊച്ചുപുരയ്ക്കൽ അദ്ദേഹം എന്താണ് പറഞ്ഞത്? അദ്ദേഹം അത് ശക്തമായി പറഞ്ഞില്ലേ, ഇനി ഇത്തരത്തിലുള്ള ഒരു ഇരട്ടത്താപ്പും കൊണ്ട് ഞങ്ങളുടെ അടുത്തേക്ക് വരണ്ട എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞില്ലേ. അദ്ദേഹം നിലപാട് മാറ്റിയില്ലല്ലോ. നിലപാട് മാറ്റിയത് ആർച്ച് ബിഷപ്പ് പാംബ്ലാനി മാത്രമാണ്. മറ്റാരും നിലപാട് മാറ്റിയില്ല. അതിൻ്റെ കാരണം ആർച്ച് ബിഷപ്പ് പാംബ്ലാനി ഒരു പെർമനന്റ് സിനഡ് അംഗമാണ്. ആൻഡ്രൂസ് താഴത്തും മറ്റൊരു പെർമനന്റ് സിനഡ് അംഗമാണ്. ഞാൻ പറഞ്ഞത് ഇത് പതുക്കെ ഈ വിഷയത്തെ ഡൈല്യൂട്ട് ചെയ്ത് ഇലക്ഷൻ ആകുമ്പോഴേക്കും ഇത്തരമൊരു വിഷയം ആളുകളുടെ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് മായ്ച്ചു കളയാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണിതെന്ന് ഞാൻ ബലമായും സംശയിക്കുകയാണ്. അല്ല, ഞാൻ അങ്ങനെ വിശ്വസിക്കുകയാണ്. അതിനകത്തൊരു സംശയവും വേണ്ട. പതുക്കെ ഇത് മാറ്റിയെടുക്കുക. ഇനി പതുക്കെ ചില അനുകൂല പ്രസ്താവനകൾ നടത്തുക, ചില സ്തുതികൾ നടത്തുക, ചില നീക്കുപോക്കുകൾ, ചില യാത്രകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുക. ഇതൊക്കെയാണ് ഇവിടെ സംഭവിക്കാൻ സാധ്യതയുള്ളത്. ഞങ്ങളത് ശക്തമായ നിലപാടെടുത്തില്ലായിരുന്നെങ്കിൽ എറണാകുളത്തൊരു പ്രതിഷേധം ഉണ്ടാകില്ലായിരുന്നേ. എറണാകുളത്തെ വിശ്വാസികളുടെ നിർബന്ധം കൊണ്ട് തന്നെയാണ് ആ പ്രതിഷേധത്തിലാണ് ഏറ്റവും ശക്തമായ വിമർശനം പാംബ്ലാനി ഉന്നയിച്ചത്. ശരി, ഞാൻ അങ്ങനെയൊക്കെ വരാം. ശ്രീ കെന്നഡി, ശ്രീ ഷൈജു പറഞ്ഞതിനുള്ള മറുപടി എന്നിട്ട് ഇടവേളയിലേക്ക് പോകണം. വേണു, ഞാൻ ആദ്യം തന്നെ എൻ്റെ ഒരു പ്രതിഷേധം പറയട്ടെ. കാരണം ഒരു സീറോ മലബാർ വിശ്വാസി എന്നുള്ള നിലയിൽ എൻ്റെ സഭയുടെ ഉന്നതമായ ബോഡിയാണ് സിനഡ്. ആ സിനഡിൻ്റെ സെക്രട്ടറിക്കെതിരെ വാലും ചുരുട്ടി എന്നുള്ള പദപ്രയോഗം നടത്തിയതിൽ എൻ്റെ വളരെ ഗൗരവമായ പ്രതിഷേധം ഞാൻ രേഖപ്പെടുത്തട്ടെ. കുറച്ചുകൂടി സഭ്യമായ രീതിയിൽ പറയാം. ഷൈജുവിനത് പറയാം. കാരണം ഷൈജു അറിയപ്പെടുന്ന ഒരു വിമതനാണ്, അറിയപ്പെടുന്ന സഭാ വിരുദ്ധനാണ്. ശക്തമായൊരു നിലപാട് ആദ്യം എടുക്കുകയും പിന്നീട് അകാരണമായി പിൻവാങ്ങുകയും ചെയ്യുന്നതിന് ഭാഷാപരമായി നാം പറയുന്നതാണ് അങ്ങനെ. അതൊരു മോശം വാചകമല്ല ശ്രീ കെന്നഡി. വാലും ചുരുട്ടി ഓടുക എന്നൊക്കെ നാം പറയുന്നത്. അല്ല, എന്നാലും അത് ഞാൻ പറഞ്ഞല്ലോ, ഒരു അതുപോലെയുള്ള സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരൊക്കെ കുറിച്ച് സംസാരിക്കുമ്പോൾ കുറച്ചുകൂടെ മര്യാദയായ നല്ലത്. കാരണം ഞാൻ അതിന് മറുപടി പറയാൻ നിന്നാൽ വളരെ മോശമാവില്ല. അങ്ങനെ പറയാൻ ഞാൻ അങ്ങയുടെ ഈ പ്ലാറ്റ്ഫോമിൽ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രതിഷേധം പറഞ്ഞു എന്ന് മാത്രം. ഏതായാലും ഇപ്പോൾ ഇരിങ്ങാലക്കുട പിതാവിനോട്, പോളി കണ്ണൂക്കാട് പിതാവിനോട് മാധ്യമങ്ങൾ ചോദിച്ചതിന് മറുപടിയായാണ് അദ്ദേഹം വന്ന് മറുപടി പറഞ്ഞത്. അല്ലാതെ പാംബ്ലാനി പിതാവിനെതിരായിട്ട് പറഞ്ഞു എന്ന്
വരുത്തി വെക്കുന്ന ഒരു നരേറ്റീവ്, അത് വിമത നരേറ്റീവ്, അത് റിബൽ നരേറ്റീവാണ്. അതിനെ വേണു ഏറ്റുപിടിക്കണ്ട. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഈ അങ്ങോളം ഇങ്ങോളം പ്രതിഷേധം എന്നൊക്കെ പറഞ്ഞ് കന്യാസ്ത്രീകൾക്ക് പേരിൽ നടത്തി എന്നുള്ളത് കൊണ്ട്, ആ ഒരു കോണ്ടക്സ്റ്റിലായതുകൊണ്ട് ഞാൻ അതിനെ പിന്തുണയ്ക്കുന്നു, അതിനെ എല്ലാം പറയുന്നു. പക്ഷേ ഒരു നീക്കത്തിൻ്റെ ഭാഗമായി, അതായത് ഈ എന്താ പറയുക, ഈ തീ പിടിക്കുമ്പം വാഴ വെട്ടുന്നു അങ്ങനെ പറയില്ല, അമ്മാതിരി ഒരു നടപടിയാണ് അവർ നടത്തിയതെന്നാണ് വാസ്തവം. പക്ഷേ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞാൽ ആ രീതി കൊണ്ടുവരും. കണ്ടോ, കന്യാസ്ത്രീകൾക്കെതിരെ ഞങ്ങൾ ഇത്രയും നടത്തിയിട്ടും ഡയലോഗ് ഇതല്ലേ എന്ന രീതിയിൽ ഇവർ വിവക്ഷിക്കും. അതുകൊണ്ടാണ് ഞാനിത് പറയാത്തത്. വേണുവിന് സഭയ്ക്കുള്ളിലെ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാവില്ലെങ്കിലും എനിക്കും ഷൈജുവിനും നന്നായിട്ട് അറിയാം എന്താണ് ചെയ്തത്, എന്താണ് നടന്നതെന്ന്. അതിനെക്കുറിച്ച് കൂടുതൽ വർണ്ണിക്കാതിരിക്കുകയാണ് നല്ലത്. പിന്നെ പാംലാനി പിതാവ് പലതവണയും കുറച്ചുകൂടി ഒരു ബോൾഡായിട്ട് സംസാരിക്കുന്ന വ്യക്തിയാണ്. ഇതിനു മുമ്പ് പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനെ എന്താ പറയുക, ഈ കന്യാസ്ത്രീകളുടെ വിഷയത്തിലും BJPയോട് പെർമനന്റ് സിനഡ് എന്താണോ ആവശ്യപ്പെട്ടിരുന്നത് അതെല്ലാം ചെയ്തു കൊടുത്തു എന്ന് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു. അത് അക്നോളജ് ചെയ്ത് സിനഡ് സെക്രട്ടറി പാംലാനി. അതിനകത്ത് എന്താണ് തെറ്റ്? അവിടെയാണ് ഞാൻ അങ്ങയോട് വിനീതമായി ചോദിക്കുന്നത്. ഞാൻ അങ്ങയോട് വിനീതമായി ചോദിക്കുന്നത്, കസ്റ്റഡിയിൽ വേണം എന്നാവശ്യപ്പെടുന്നതിനപ്പുറം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എന്ത് അനുകൂലമായ നിലപാടാണ് കോടതിയിൽ ഉണ്ടായത് എന്ന് മാത്രമല്ല, ആഭ്യന്തരമന്ത്രിയെ സ്തുതിച്ചല്ലോ പാംപ്ലാനി പലതും പല ഘട്ടങ്ങളിൽ പറയും. 250 രൂപ റബ്ബറിനുണ്ടെങ്കിൽ BJPക്ക് വോട്ട് കൊടുക്കുമെന്ന് പറയും. പിന്നെ കന്യാസ്ത്രീകൾ ഉപദ്രവിക്കപ്പെട്ടാൽ ഉടനെ ശക്തമായി രംഗത്ത് വരും. പിന്നെ അതേ നാവ് കൊണ്ട് തന്നെ ആഭ്യന്തരമന്ത്രിയെ പുകഴ്ത്തും. അതൊക്കെ ഏത് രൂപത്തിലാണ് വിശേഷിപ്പിക്കേണ്ടതെന്നറിയില്ല. അങ്ങനെ വിശേഷിപ്പിക്കുന്നതാണോ വലിയ അപാകത, അതോ ഇങ്ങനത്തെ പ്രവൃത്തി ചെയ്യുന്നതാണോ അപാകത എന്നത് അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് വിടുന്നു ഞാൻ. പക്ഷേ ശ്രീ കെന്നഡി, ഇവിടെ ഈ ആഭ്യന്തരമന്ത്രി ഇങ്ങനെ സ്തുതിക്കുമ്പോൾ ആഭ്യന്തരമന്ത്രി എന്താ പറഞ്ഞത്? NIA-യിലേക്ക് ഇത് പോകില്ല എന്നാണ്. ഏറ്റവും ഒടുവിൽ ഈ കോടതിയിൽ വന്ന് സർക്കാരിന് വേണ്ടി വാദിച്ചത് ഏത് ഏജൻസിയുടെ അഭിഭാഷകനാണ്? അങ്ങേക്കറിയുന്നതാണ്. NIA-യുടെയാണ്. NIA-യുടെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറാണ് സംസാരിച്ചിരിക്കുന്നത്. ജാമ്യ വ്യവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? താമസ സ്ഥലത്തിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് NIA ഉദ്യോഗസ്ഥരെ അറിയിച്ചിരിക്കണമെന്നതാണ്. ഇനി ഇവർ പോയി മൊഴി കൊടുക്കേണ്ടത് ആരുടെ മുന്നിലായാണ്? ഇപ്പോഴത്തെ കോടതിയുടെ ഈ ഘട്ടം വരെയുള്ള കാര്യങ്ങൾ പരിഗണിച്ചിട്ടാണ് എങ്കിൽ അത് NIA ഉദ്യോഗസ്ഥരുടെ മുന്നിലാണ് പോകേണ്ടത്. അപ്പം പിന്നെ എന്തിനാണ് ഈ കേക്കും കൊണ്ടുപോയത്? എന്ത് നേട്ടത്തിന് വേണ്ടിയിട്ടാണ്? കേക്കും കൊണ്ട് പോകണമായിരുന്നു ആ ആദിവാസി പെൺകുട്ടികളുടെ വീട്ടിലേക്ക്, ആ അരക്ഷിതരുടെ വീട്ടിലേക്ക്, ഇടികൊണ്ട ആ സഹോദരൻ്റെ അടുത്തേക്ക്, അല്ലേ, ആ അമ്മയുടെ അടുത്തേക്ക്. അതിന് നിങ്ങൾ പോയില്ല. വേണു, ഞാൻ പറഞ്ഞില്ലേ, കന്യാസ്ത്രീകളെ ഈ പറയുന്ന കണക്ക് 8-9 ദിവസം ആയപ്പോഴത്തേക്കും ഇതിങ്ങനെ ഏറ്റവും കുറഞ്ഞത് അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും 9 ദിവസം, അതെ. അപ്പോൾ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും ആ വിഷയം ഒന്ന് കിട്ടും എന്ന് കരുതി ഇവിടെ നമുക്കറിയാമല്ലോ UDF LDF വിഭാഗങ്ങളെല്ലാം വളരെ സന്തോഷത്തോടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അതിനകത്ത് ശക്തമായ ഇടപെടൽ നടത്തി അവരെ ഇറക്കിയത് തീർച്ചയായിട്ടും BJPയുടെ ശക്തമായ ഇടപെടൽ. ഈ ലോകത്തിന് മുഴുവനും അറിയാം. പിന്നെ ആരാണ് ഇടപെടൽ നടത്തിയത്? നോക്കൂ, അവിടെ ഏറ്റവും നിർണായകമായ ഇടപെടൽ വന്നത് ഈ പറയുന്ന പെൺകുട്ടികളും അവരുടെ രക്ഷിതാക്കളും നൽകിയ സത്യവാങ്മൂലമാണ്. അതെന്താ അങ്ങ് ചുരുക്കി കാണുന്നത്? അത് രാജീവ് ചന്ദ്രശേഖർ എഴുതി കൊടുത്തതാ? എന്താണെന്നറിയാമോ, ഇവിടെ ആടിനെ പട്ടിയാക്കാനായിട്ട് കുറെ പേര് ഇങ്ങനെ റെഡിയായിട്ട് നിൽപ്പുണ്ട്. നമ്മൾ എന്ത് പറഞ്ഞാലും അതിനകത്തൊരു വിവക്ഷയും കൊണ്ടുവരാൻ ഈ വിമത വിഭാഗങ്ങൾ ഏത് രീതിയിൽ ഇടപെട്ടു, എന്തിടപെട്ടു എന്ന് പറഞ്ഞാൽ ഉടനെ അപ്പൊ ഇതല്ലേ. ഒരു സെക്കൻഡ് ശ്രീ ഷൈജു, എനിക്ക് വേഗം കെന്നഡി പറയുന്നത് ഏറ്റവും ശക്തമായി ഇടപെട്ടത് BJP ആണ് എന്നാണ്. അങ്ങ് ആ ബെയിൽ വായിച്ചിട്ടുണ്ടാവുമല്ലോ, ബെയിൽ ഈ പറയുന്ന ജഡ്ജ്മെന്റ് വായിച്ചിട്ടുണ്ടാവുമല്ലോ, ബെയിൽ ഓർഡർ വായിച്ചിട്ടുണ്ടാവുമല്ലോ. എന്താണ് അതിൽ പറയുന്നത്? ഞാൻ പറഞ്ഞത് കെന്നഡി ആദ്യം ആ ബെയിൽ ഓർഡർ എടുത്ത് വായിക്കുക. കോടതി എന്താണ് ആ ബെയിൽ ഓർഡറിൽ എഴുതി വച്ചിരിക്കുന്നത് എന്നത് വളരെ കൃത്യമായി വായിക്കണം. കോടതി പറയണത് ഈ FIR ഇട്ടത് പോലും ഒരു മിയർ ആപ്രിഹെൻഷൻ്റെ പുറത്താണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു എന്നാണ്. എന്താണ് ആപ്രിഹെൻഷൻ? വെറുതെ ആരുടെയോ ആശങ്കയുടെ പുറത്ത്. എത്ര പരാതിക്കാരുണ്ടെന്നറിയാമോ കെന്നഡിക്ക് ഇതിനകത്ത്? ഒരു പരാതിക്കാരനാണ്, ഒരാൾ. ആ പരാതിക്കാരൻ്റെ ആശങ്കയുടെ പുറത്ത് കന്യാസ്ത്രീക്കെതിരെ
രവീനകം. ഈ രവീനകം എന്ന് പറയുന്ന ഒരാളുടെ ആശങ്കയ്ക്ക് പുറത്ത് കന്യാസ്ത്രീകൾക്കെതിരെ ജാമ്യമില്ലാ വാറണ്ട് ചുമത്തി 9 ദിവസം അകത്തിട്ട് കഴിഞ്ഞിട്ട് കോടതി അത് വിശദമായി കേസ് ഡയറി എടുത്ത് പരിശോധിക്കുന്നു. ആദ്യമായി കേസ് ഡയറി കൊണ്ടുവരണമെന്ന് കോടതി ആവശ്യപ്പെട്ടു. കേസ് ഡയറി കൊണ്ടുവന്ന് കേസ് ഡയറി പരിശോധിച്ചിട്ട് കോടതി പറയാണ് the FIR was prepared on a mere apprehension. എന്താണ് അതിന്റെ അർത്ഥം എന്ന് കന്നഡിക്ക് അറിയാം. വെറും ആശങ്കയുടെ പുറത്തൊരു അടുത്ത കാര്യം കോടതി വളരെ കൃത്യമായി പറയുകയാണ്. ഇടവേളയ്ക്ക് പോകേണ്ടതുണ്ട്. ശ്രീ ഷൈജു, അങ്ങ് വരുന്നതിന് മുൻപ് ഇവിടെ ഘോരഘോരം ശ്രീ കെന്നഡി വാദിക്കായിരുന്നു. നൈജീരിയയിൽ ഇപ്പൊ ഷോൺ ഇറങ്ങിയിട്ടുണ്ട്. കോങ്കോയിലൊക്കെ ക്രിസ്ത്യാനികളെ വേട്ടയാടുകയാണ് മുസ്ലിങ്ങളെന്ന ഇന്ത്യൻ ജുഡീഷ്യറിയുടെ എല്ലാ ആദരവോടുകൂടി പറയുകയാണ് ശ്രീ കെന്നഡി, ആ ജഡ്ജിന്റെ പേരങ്ങൊന്ന് വായിക്കണം. അങ്ങ് ബെയിൽ ഓർഡർ വായിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ കോപ്പി കിട്ടുമല്ലോ. ആ ജഡ്ജിൻ്റെ പേര് ഒന്നങ്ങ് മനസ്സിരുത്തി വായിക്കണം. അത് പ്രധാനമായിരിക്കും അങ്ങ് ഇത്തരം വാദഗതികൾ മുന്നോട്ട് വെക്കുമ്പോൾ. അനിൽകുമാർ, ഇവിടെ ശ്രീ ഷൈജു ആന്റണി സംസാരിച്ചപ്പോൾ പറഞ്ഞത് അങ്ങ് കേട്ടിട്ടുണ്ടാകുമല്ലോ. ശക്തമായി സഭാവിശ്വാസികളിൽ നിന്ന് ഒരു വികാരം ഉയരുകയുണ്ടായി. അത് പിതാക്കന്മാരെ കടുത്ത നിലപാടെടുക്കാൻ നിർബന്ധിക്കുകയുണ്ടായി എന്ന് അങ്ങ് നേരത്തെ സംസാരിക്കുമ്പോൾ കാസയെ പറ്റി പറയുകയും ചെയ്തു. ഇവിടെ ഷോൺ ഇന്നലെ നടത്തിയൊരു വാർത്താ സമ്മേളനം അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. അതിൽ ഈ ഭാഗം അങ്ങൊന്ന് കേൾക്കണം. ശക്തമായ പ്രതിഷേധമുണ്ടായി എന്ന് ശ്രീ ഷൈജു ആന്റണി പറയുകയുണ്ടായല്ലോ. ആ ഭാഗവുമായി ബന്ധപ്പെട്ടാണ് ഷോൺ പറയുന്നത്. കണ്ണൂർ, തലശ്ശേരി, കോഴിക്കോട്, കോട്ടയം, അങ്കമാലി, തിരുവല്ല, പത്തനംതിട്ട, മാനന്തവാടി, എറണാകുളം ഇത്രയും സ്ഥലങ്ങളിൽ SDPIയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും ഉൾപ്പെടെയുള്ള ആളുകൾ ക്രൈസ്തവ സഭ നടത്തിയ ഇതുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങളിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ അതീവ ജാഗ്രത പൊതുസമൂഹം കാട്ടേണ്ടതായിട്ടുണ്ട്. രാജ്യവിരുദ്ധ ശക്തികളുടെ ഇത്തരത്തിലുള്ള ഇൻവോൾവ്മെന്റിനെ ഗൗരവത്തോടുകൂടി പൊതുസമൂഹം കാണേണ്ടതായിരിക്കുന്നു. താടിക്ക് തട്ടിയവരെ പേടിച്ച് അറവുകാരൻ്റെ കൂട്ടിൽ കൊണ്ടുപോയി കുഞ്ഞാടിനെ കെട്ടുന്ന അവസ്ഥയാകും ഇത്തരം ആളുകളുടെ സാന്നിധ്യം. സനൽകുമാർ, എന്താണ് ഷോണിലൂടെ BJP നൽകുന്ന മുന്നറിയിപ്പ് സഭയ്ക്ക്, സഭാവിശ്വാസികൾക്ക്? അല്ല, ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു അജണ്ട എന്ന് പറയുന്നത് ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം മുസ്ലിമിനെതിരായി. ഇത് വളരെ ബോധപൂർവമാണ്. ഈ ആശയം ലോകാടിസ്ഥാനത്തിലുള്ളൊരാശയമാണ്. ഇവിടെ മാത്രമല്ല, നാഗരികതകളുടെ സംഘടനം എന്ന കാഴ്ചപ്പാടോടുകൂടി മുസ്ലിമുകൾക്കെതിരായി, മുസ്ലിം രാജ്യങ്ങൾക്കെതിരായി ലോകമാകെയുള്ള ഐക്യമെന്ന കാഴ്ചപ്പാടോടുകൂടിയാണ് പല ആളുകളും ഇറങ്ങിത്തിരിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇസ്രയേൽ ഇറാൻ യുദ്ധത്തെ പലരും കണ്ടത്. അതിന്റെ ഭാഗമായിട്ടാണ് ട്രംപിന്റെ പല നീക്കങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതൊരാഗോള അജണ്ടയാണ്. ആ അജണ്ടയിൽ ട്രംപിന്റെയും നെതന്യാഹുവിന്റെയും കൂട്ടത്തിലാണ് നരേന്ദ്രമോദി. അറബുകാരൻ എന്നൊരു വാക്ക് പറയുമ്പോൾ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ അറബുകാർ ആരാണ്? RSS അല്ലേ? BJP അല്ലേ? ഇപ്പൊ കേരളത്തിൽ നിന്നൊരു MP വന്നിട്ടുണ്ടല്ലോ, സദാനന്ദൻ. അദ്ദേഹത്തിന്റെ കാല് നഷ്ടപ്പെട്ടത് മുതലാണ് ചരിത്രം ആരംഭിക്കുന്നത് എന്ന തരത്തിലാണല്ലോ ചില ആളുകൾ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ തലശ്ശേരി വർഗീയ കലാപത്തോടെയല്ലേ RSSന്റെ കേരളത്തിലെ അറബുകാരന്റെ രാഷ്ട്രീയം വന്നത്? ആ അറബുകാരന്റെ രാഷ്ട്രീയം കേരളത്തിനകത്ത് എത്ര വിദ്രോഹകരമായി, വിനാശകരമായി ആളുകളെ കൊല്ലുന്ന രാഷ്ട്രീയമായി മാറി. ഞങ്ങളതിനോട് ഏറ്റുമുട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഞങ്ങളുടെ സഖാക്കൾ പരിക്കേറ്റിട്ടുണ്ട്, കൊല്ലപ്പെട്ടിട്ടുണ്ട്. തിരിച്ച് ഞങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഞങ്ങൾ അക്രമകാരികളാണ് എന്ന് ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളുടെ സഖാക്കൾ ജയിലിൽ പോയിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ കുറ്റബോധമുള്ളവരല്ല. ഏതെങ്കിലും ഒരു സംഭവത്തിന്റെ പേരിൽ കുറെ സഖാക്കളെ ശിക്ഷിച്ചാൽ അതോടുകൂടി ഞങ്ങൾ കുറ്റവാളികളും സദാനന്ദന്റെ പാർട്ടിയും RSSും BJPയും എല്ലാം വിശുദ്ധന്മാരുമാകില്ല. കാരണം ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യന്റെ ചോരയൊഴുക്കിയ വർഗീയ രാഷ്ട്രീയമാണ്, അറബുകാരന്റെ രാഷ്ട്രീയമാണ് നരേന്ദ്രമോദിയുടെ സർക്കാർ നടപ്പാക്കുന്നത്, BJP നടപ്പാക്കുന്നത്, RSSുകാർ നടപ്പാക്കുന്നത്. 2 കേസ് ഞാൻ പറയാം. ഇപ്പോൾ ഒരു NIA കോടതിയിലെ ജഡ്ജി, ആ ജഡ്ജി BJP ചേർത്തിരിക്കുകയാണ്. കോടതിയിലെ ജഡ്ജി BJP ചേരുകയാണ്. എന്തിനാ BJP ചേർന്നത്? അസീമാനന്ദ എന്ന് പറയുന്ന ഒരു RSSകാരനെ NIAയുടെ കോടതി വെറുതെ വിട്ടയാള് BJP ചേരുകയാണ്. അയാൾക്ക് നാളെ ഗവർണർ പദവി കൊടുക്കും. എന്തിനാണ് അസീമാനന്ദയുടെ കുറ്റം? എന്താണ്?
മലേഗാവ് ബോംബ് സ്ഫോടനത്തിൽ ബോംബ് വെച്ചു, മക്ക മസ്ജിദിൽ ബോംബ് വെച്ചു, അതുപോലെ പല ദർഗകളിലും ബോംബ് വെച്ചു. ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ചെന്ന് കയർന്നപ്പോൾ അതിന്റെ ഭാഗമായി അതിന്റെ കേസ് നടത്തിയത് കൊണ്ടാണ് ഇപ്പൊ രാജിവെച്ച ധൻഗർ വൈസ് പ്രസിഡന്റ് ആയത്. BJP-ക്കാർ ചെന്നുപെട്ട മുസ്ലിങ്ങൾ ബോംബ് വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഇസ്ലാമിന്റെ ബോംബാണ് എന്ന് പ്രചരണം നടത്താൻ വെച്ചിട്ടുള്ള ബോംബിന്റെ കേസുകൾ നടത്തിക്കൊടുത്തതിനാണ് ദീപക് ധൻഗർ എന്ന് പറയുന്ന ആള് വൈസ് പ്രസിഡന്റ് വരെ ആയത്. അദ്ദേഹത്തിന്റെ ജീവചരിത്രം പഠിക്കണം. ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു, അറബുകാരനെ കുറിച്ച് പറഞ്ഞാൽ ഏറ്റവും വലിയ അറബുകാർ ഈ രാജ്യത്ത് രാഷ്ട്രീയം കളിക്കുന്നത് മോദിയാണ്. ശരി, പക്ഷേ ഒരു കാര്യം ഇവിടെ പറഞ്ഞല്ലോ, ഹമാസിനെ കുറിച്ച്. ഞങ്ങൾ ഹമാസിന്റെ ഭക്തന്മാരല്ല. ഒരു വാക്കൂടെ, ഞങ്ങൾ ഹമാസിന്റെ ഭക്തന്മാരല്ല. പക്ഷെ ഹമാസ് ഗാസയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റാണ്. അവര് കടന്നാക്രമണം നടത്തി, അവരെ ആക്രമിച്ചു, അത് വേറെ കാര്യം. അവർ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. മോദി തെരഞ്ഞെടുക്കപ്പെട്ടയാളാണ്. മോദി മതരാഷ്ട്രീയം കളിച്ച് തെരഞ്ഞെടുക്കപ്പെടുന്ന പോലെ ഹമാസും അവിടെ തെരഞ്ഞെടുക്കപ്പെട്ടു. ശ്രീ അനിൽകുമാർ, രണ്ടു കൂട്ടർ ഒരേ രീതിയിലാണ്. ശ്രീ അനിൽകുമാർ, ഇവിടെ കേന്ദ്ര സർക്കാരിനെതിരെ അല്ലെങ്കിൽ BJP ഭരിക്കുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാന സർക്കാരിനെതിരെ സഭാവിശ്വാസികൾ തെരുവിലിറങ്ങണ്ട, ഇറങ്ങിയാൽ നിങ്ങളെ ഇങ്ങനെയായിരിക്കും കണക്ക് കൂട്ടുന്നത്, നിങ്ങളിലേക്ക് ഈ പറയുന്ന മതരാഷ്ട്രവാദികൾ കടന്നുകൂടിയിരിക്കുന്നു, അത് ജാഗ്രത പാലിക്കേണ്ടതാണ്. എന്നിട്ടൊരു കാര്യം കൂടി, താടിക്ക് തട്ടിയവരെ, അത്രയെങ്കിലും ഷോൺ സമ്മതിക്കുന്നുണ്ട് BJP താടിക്കെങ്കിലും തട്ടിയെന്ന്, താടിക്ക് തട്ടിയവരെ പേടിച്ച് അറബുകാരൻ്റെ കൂട്ടിൽ കൊണ്ടുപോയി കുഞ്ഞാടിനെ കെട്ടുന്ന അവസ്ഥയാകുമെന്ന്. എന്ന് വെച്ചാൽ ഇതിനപ്പുറം ഞങ്ങൾക്കെതിരെ സംസാരിച്ചാൽ ഭവിഷ്യത്തുണ്ടാകുമെന്ന് പറയുന്ന ഭീഷണിപ്പെടുത്തൽ, ഇതിനപ്പുറം എന്താണ് ഇനി വേണ്ടത്? അല്ല, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ചെലവാകത്തില്ല. ഞാൻ ഈ കോട്ടയത്തിരുന്നുകൊണ്ടൊരു വർത്താനം പറയാം. ഹിന്ദുക്കളായിരുന്ന മനുഷ്യർക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടപ്പോൾ അവരെ ചങ്ങാടത്തെ കയറ്റി കൂട്ടി അനുയാത്ര ചെയ്ത് ചാവറ കുര്യാക്കോസ് പിതാവിന്റെ നേതൃത്വത്തിലാണ് മാന്നാനത്ത് വിദ്യാലയം ഉണ്ടാക്കിയത്. 210 കൊല്ലം പഴക്കമുള്ള കഥയാണ് ഞാൻ പറയണത്. ഇവിടുത്തെ ഹിന്ദുക്കളെന്ന ഹിന്ദുവായത്. ഷോൺ ജോർജ് പറഞ്ഞല്ലോ മതപരിവർത്തനത്തെക്കുറിച്ചൊക്കെ. ഇവരെന്ന ഹിന്ദുവായത്. ഇവർക്ക് എത്ര കാലമുണ്ട് ഹിന്ദുത്വത്തിന്റെ പാരമ്പര്യം? പാവപ്പെട്ട മനുഷ്യൻ പട്ടികജാതിക്കാരായി, പുലയരായി, മറ്റു ജാതിക്കാരായിട്ട് പുറന്തള്ളപ്പെട്ടപ്പോ ചേർത്ത് പിടിച്ചൊരു പാരമ്പര്യം ക്രൈസ്തവ മിഷണറിമാർക്കുണ്ടേ. അതിന്റെ ഭാഗമായിട്ടാണ് ഹിന്ദുക്കളായ മനുഷ്യർ അക്ഷരം പഠിച്ചത്. ആ ചരിത്രമൊക്കെ അറിയുന്ന നാട്ടുകാർക്ക് മുമ്പില് ഷോൺ ജോർജിനെ പോലുള്ള പുത്തൻകുറ്റുകാര് പറയുന്നു നാട്ടുകാർ കണക്കിലെടുക്കത്തില്ല. ശരി ശരി ശരി. അതുകൊണ്ട് 3-4 സഭാപിതാക്കന്മാരെയോ സഭാ നേതൃത്വത്തെയോ ഇവര് ചങ്ങലക്കിട്ട് ബന്ധുക്കളെ പോലെ കൈകാര്യം ചെയ്യാൻ RSS തീരുമാനിച്ചാൽ, ED തീരുമാനിച്ചാൽ അതൊന്നും കണ്ടിട്ട് ഭയപ്പെടുന്നവരല്ല. ശ്രീ അനിൽകുമാർ, ഞാൻ അങ്ങയിലേക്ക് വരാം, വീണ്ടും അങ്ങയിലേക്ക് വരാം, സമയം കിട്ടുമെന്ന് ഞാൻ കരുതുന്നത്. അങ്ങ് മനസ്സിലാക്കേണ്ടത് EDയുടെ ഒരു ഭയത്താൽ ചങ്ങലക്കിട്ട് കുറച്ചുപേരെ കൊണ്ടുപോയിരിക്കുന്നു എന്നത് മാത്രമല്ല ഈ കാണേണ്ടത്. ഈ ഷോണിന്റെ വാർത്താ സമ്മേളനത്തിൽ ഷോൺ പറയുന്നൊരു കാര്യമുണ്ട്. അത് നേരത്തെ ശ്രീ ഷൈജു ചൂണ്ടിക്കാട്ടി ആൻഡ്രൂസ് താഴത്തിനെയൊക്കെ ഉദാഹരിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. രാജീവ് ചന്ദ്രശേഖറിനോട് 7 കാര്യങ്ങൾ ആവശ്യപ്പെട്ടു സഭാ നേതൃത്വം. 6 കാര്യങ്ങളും ചെയ്തു കൊടുത്തു. സഭാ നേതൃത്വം കേരള സമൂഹത്തോട് പരസ്യമായി പറയണം, വേണ്ടേ? എന്താണ് ഞങ്ങൾ ആവശ്യപ്പെട്ട 7 കാര്യങ്ങൾ? അതെന്തുകൊണ്ട് രാജീവ് ചന്ദ്രശേഖറിനോട് ആവശ്യപ്പെട്ടു? നടത്തപ്പെട്ട 6 കാര്യങ്ങൾ എന്ത് എന്നതൊക്കെ അറിയണ്ടേ ശ്രീ അനിൽകുമാർ? കാരണം കേരളത്തിന്റെ പൊതുസമൂഹം, പൊതുമനസാക്ഷിയൊക്കെ ഇവർക്കൊപ്പം നിന്നു. ആ ഒപ്പം നിന്നതിൻ്റെ ഏതാനും ദിവസങ്ങൾക്കകം മാരാർജിയുടെ പടിക്കെട്ട് കയറുകയാണ്. എന്ത് ധാരണ? ഈ 7 കാര്യത്തിൽ 6 നേടിക്കൊടുത്തു എന്ന് പറയുമ്പോൾ ഇപ്പൊ ഈ കയറിപ്പോയത് ഏത് കാര്യങ്ങൾ കിട്ടിയതിന്റെ ഭാഗമായിട്ടാണ് അല്ലെങ്കിൽ കിട്ടാനിരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്? അത് ഓഡിറ്റ് ചെയ്യപ്പെടേണ്ടേ ശ്രീ അനിൽകുമാർ? അല്ല, അവിടെ ഞങ്ങളെ സംബന്ധിച്ച് CPM-നെ കുറിച്ച് അഭിപ്രായം പറയാം. ഞങ്ങൾ ഏതെങ്കിലും മതവിശ്വാസത്തിന്റെ സഭയുമായി ബന്ധപ്പെട്ടോ അതിന്റെ പ്രതിനിധാനം സംബന്ധിച്ചോ അല്ല ഞങ്ങളുടെ നിലപാട്. ഞങ്ങളുടെ നിലപാട് പൊതുവിൽ മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയാണ്. ശരിയാണ്. അല്ലല്ല, ഡിപ്ലോമാറ്റിക് ആയിട്ട് മറുപടി അല്ല വേണ്ടത്. 7 കാര്യങ്ങൾ ഞങ്ങളോട് ആവശ്യപ്പെട്ടു. 6 കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. 6 കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. കാര്യങ്ങളൊന്നും പറയുന്നില്ല എന്ന് വെച്ചാൽ ഒരു വിലപേശൽ നടക്കുന്നുണ്ട്, ഒരു ഉടമ്പടി ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയാണ്, അതല്ലേ അതിന്റെ അർത്ഥം? അത് മനസ്സിലാക്കണമെങ്കിൽ എന്നാൽ ഡിപ്ലോമാറ്റിക് അല്ലാതെ മറുപടി പറയാം. വേണമെന്നുണ്ട്. എന്താണ് അതിന്റെ യാഥാർത്ഥ്യം?
നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർഗത്തിലായിരിക്കണം എന്നാണ് ബൈബിളിൽ പറയുന്നത്. ഭൂമിയിലുള്ള നിക്ഷേപങ്ങൾ തുരുമ്പെടുക്കും, സ്വർഗത്തിലെ നിക്ഷേപങ്ങൾ തുരുമ്പെടുക്കില്ല. ഇപ്പൊ അത് തുരുമ്പെടുക്കാതിരിക്കണം. എന്ത് വേണം? തുരുമ്പെടുക്കാതിരിക്കണമെങ്കിൽ ഞങ്ങൾക്ക് കീഴ്പ്പെടണമെന്ന് ഭരണകൂടം ഇവിടുത്തെ മത നേതൃത്വത്തോട് പറയുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ആക്രമിക്കപ്പെടുമ്പോൾ, വെല്ലുവിളിക്കപ്പെടുമ്പോൾ, നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അതിന്റെ ഭാഗമായി ആരെങ്കിലും കീഴ്പ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ കീഴ്പ്പെട്ടു പോകുന്നവരെ അല്ല ആക്ഷേപിക്കേണ്ടത്, ഭരണകൂടത്തോടാണ് നിങ്ങൾ കണക്ക് ചോദിക്കേണ്ടത്. ഈ ഭരണകൂടം നവഫാസിസം കൈകാര്യം ചെയ്യുന്ന മോദിയുടെ ഭരണവാഴ്ചയുടെ വാഴ്ചയാണ്. ശരി, ശ്രീ ഷൈജു ആന്റണി, എനിക്ക് കെനഡിയിലേക്ക് കൂടെ ഒന്ന് പോകണം അവസാനമായി. അതിനു മുമ്പ് ശ്രീ ഷൈജു ആന്റണി, അങ്ങ് വളരെ ശക്തമായൊരു സാന്നിധ്യമായി പറഞ്ഞ പ്രതിഷേധമുണ്ടല്ലോ സഭാവിശ്വാസികളുടെ, അതേപറ്റിയാണ് ഷോൺ പറഞ്ഞത്. ഇങ്ങനെ എണ്ണി എണ്ണി പല ദിക്കുകൾ ചൂണ്ടിക്കാട്ടിയിട്ട് ഇവിടെയൊക്കെ അത് ഹൈജാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന്. എന്തടിസ്ഥാനത്തിലാണ് അദ്ദേഹം അത് പറയുന്നത്? അദ്ദേഹം ഇപ്പോൾ ഒറ്റ സെക്കൻഡ് കൂടി, അദ്ദേഹം ഇങ്ങനെ ഒരു അവകാശവാദം പറയുമ്പോൾ മതിയായ തെളിവുകളുണ്ട്, ബോധ്യമുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പാർട്ടിയല്ലേ കേന്ദ്രത്തിൽ ഭരിക്കുന്നത്? കേന്ദ്രത്തിൻ്റെ IB ഉണ്ടല്ലോ, അങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടോ കേരളവുമായി ബന്ധപ്പെട്ട്? ഇങ്ങനെ ഒരു പ്രതിഷേധം സഭാവിശ്വാസികളിൽ നിന്നുണ്ടായപ്പോൾ ഇങ്ങനെ ഒരു ഹൈജാക്കിയൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ഏതെങ്കിലും ഒരു IB റിപ്പോർട്ടുണ്ടോ? അപ്പോൾ വീണ്ടും വീണ്ടും നഞ്ചു കലക്കുകയല്ലേ? ആരോടാണ് ചോദ്യം? എന്നോട്. ശ്രീ ഷൈജു അങ്ങയോട്. ഹലോ, ശ്രീ ഷൈജു അങ്ങയോട്. വേണു, ഈ ഷോൺ ജോർജിൻ്റെ പ്രസ്താവനയെ പറ്റി പറഞ്ഞതുകൊണ്ട് എനിക്കതിനകത്ത് 2 കാര്യങ്ങൾ പറയാനുണ്ട്. അതിലൊന്നാമത്തെ കാര്യം, ഷോൺ ജോർജ് പറയുന്നത് സഭാ നേതൃത്വം രാജീവ് ചന്ദ്രശേഖറിൻ്റെ മുമ്പിൽ 7 ആവശ്യങ്ങൾ വെച്ചു എന്നാണ്. എന്ന് വെച്ചാൽ ജയിലിൽ കിടക്കുന്ന 2 കന്യാസ്ത്രീകളുടെ പേരിൽ സഭാ നേതൃത്വം രാജീവ് ചന്ദ്രശേഖറുമായി നെഗോസിയേഷൻ നടത്തി, വിലപേശൽ നടത്തി. അതിൽ 6 കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. ചെയ്തു കൊടുക്കാത്ത ഒരു കാര്യമുണ്ട്. ഈ 6 കാര്യങ്ങൾ, ചെയ്തു കൊടുത്ത 6 കാര്യങ്ങൾ എന്തെന്ന് മാത്രമല്ല, ചെയ്തു കൊടുക്കാത്ത ഒരു കാര്യം എന്ത് എന്നുകൂടി വെളിപ്പെടുത്താൻ സഭാ നേതൃത്വം തയ്യാറാകണം. അടുത്ത ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാമോ? ഈ ബിഷപ്പുമാർ പരസ്യമായി, അതായത് ഷോൺ ജോർജിൻ്റെ പ്രസ്താവനയിലൂടെ ബിഷപ്പുമാർ പരസ്യമായി തങ്ങളുടെ വിശ്വാസികളോട് പറയുകയാണ്, നിങ്ങളെ ആരെങ്കിലും ആക്രമിച്ചോ, നിങ്ങളെ ആരെങ്കിലും പെർസിക്യൂട്ട് ചെയ്ത് ജയിലിലാക്കിയാൽ ഞങ്ങൾ നേതൃത്വവും ഇവിടുത്തെ ഭരണാധികാരികളുമായി നെഗോഷിയേറ്റ് ചെയ്ത് ഞങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നേടിയെടുക്കുമെന്നാണ്. അതെന്തുമാത്രം വൃത്തികെട്ടൊരു സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് ആലോചിച്ച് നോക്കണം. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഷോൺ ജോർജ് പറഞ്ഞതിൽ എനിക്ക് അത്ഭുതമില്ല. കാരണം ഷോൺ ജോർജ് തങ്ങളുടെ രാഷ്ട്രീയം കളിച്ചതാണെന്ന് വിചാരിക്കാം. പക്ഷേ അത്തരമൊരു സ്റ്റേറ്റ്മെൻറ്റിനെ എതിർത്തുകൊണ്ട്, ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നുവരെ ഒരു ബിഷപ്പ് പോലും പ്രസ്താവന ഇറക്കിയിട്ടില്ല. ആരും പറഞ്ഞിട്ടില്ല. KCBC പറഞ്ഞില്ല, CBCI പറഞ്ഞില്ല, ഇവിടുത്തെ സീറോ മലബാർ സഭയിലെ മെത്രാൻ സമിതി പറഞ്ഞില്ല. എന്തുകൊണ്ട് പറഞ്ഞില്ല? ഞങ്ങൾ അങ്ങനെ നെഗോസിയേഷൻ നടത്തിയിട്ടില്ല എന്ന് പറയാനുള്ള ആർജവം അവർ കാണിക്കണ്ടേ? ശരി, എന്ന് വെച്ചാൽ ഷോൺ ജോർജ് വിശ്വസിക്കേണ്ടി വരും. കിട്ടാതെ പോയ 7ാമത്തത് എന്ത്? ആര് പറയും? വേണു, ഈ 6ാമത്തെ 7ാമത്തെയും പറയുന്നത് അവിടെ നിൽക്കട്ടെ. ഈ SDPIയുടെ നുഴഞ്ഞുകയറ്റം ഉണ്ടായി എന്നാണ് പറഞ്ഞതെങ്കിൽ ഞാൻ ഒന്നുകൂടെ വളരെ കൃത്യമായി ഞാൻ പറയാം. SDPIയുടെ നുഴഞ്ഞുകയറ്റമല്ല, എക്സ്പ്ലിസിറ്റ്ലി ഇൻഫിൽട്രേറ്റഡ്. അവർ വളരെ പ്രത്യക്ഷമായി തന്നെ പ്രകടനം നടത്തി. അതും SDPIയെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ചങ്ക കൈവച്ച് പോകും എൻ്റെ വേണു. ഇനി ഞാൻ ഒരു കാര്യം തുറന്നു പറയാം. എന്തുകൊണ്ട് ക്രൈസ്തവൻ, എന്തുകൊണ്ട് ഒരു രാജ്യസ്നേഹി, ഞാൻ ഈ പറയുന്നത് ചെക്ക് വെക്കാതെ എന്നെ ഒന്ന് മുഴുവൻ പറയണേ. SDPIയുടെ പ്രകടനം എവിടെ? ഇൻഫിൽട്രേറ്റ് ചെയ്ത, എക്സ്പ്ലിസിറ്റ് ആയി ഇൻഫിൽട്രേഷൻ നടത്തിയ പ്രകടനം എവിടെ? ഒരു മാധ്യമപ്രവർത്തകൻ എന്നെ കൊണ്ട് അങ്ങനെ ചോദിക്കാൻ പാടുണ്ടോ? എത്ര ഫോട്ടോകൾ, എത്ര വീഡിയോകൾ അവൈലബിൾ ആണ്? അങ്ങനെ ചോദിക്കാൻ പാടുണ്ടോ? പ്രീതി മേരിയുടെയും വന്ദന ഫ്രാൻസിസിന്റെയും മോചനത്തിന് വേണ്ടി SDPI എക്സ്പ്ലിസിറ്റായി ഇൻഫിൽട്രേറ്റ് ചെയ്ത് നടത്തിയ ഏത് പ്രകടനം എവിടെ നടന്നു? അങ്ങ് ചങ്കൽ കൈവച്ചല്ലേ പറഞ്ഞത്? ഇപ്പോഴും ചങ്കുണ്ടല്ലോ, അതിൽ കൈവച്ച് കുറച്ചുകൂടെ പറഞ്ഞു തരൂ, എവിടെയാണ് നടന്നത്?
കന്യാസ്ത്രീകളുടെ അന്യായ തടവിനെതിരെ എന്നാണ് ബാനറിൽ എഴുതിയിരിക്കുന്നത്. എന്റെ വേണു അതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. വേണു കണ്ടു കാണത്തില്ലായിരിക്കും, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അല്ല, അതല്ല, ഞാൻ വേറൊരു കാര്യം പറയട്ടെ. എന്തുകൊണ്ട് ക്രൈസ്തവർ മോഡി ഭരിക്കുന്ന നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് അല്ല, ഇത് എടുത്തോണ്ടല്ലോ ഞാൻ വരുന്നത്. ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി, സമയം കളയണ്ട. ഇദ്ദേഹത്തിന്റെ വായടപ്പിക്കൂ. ഞാനൊന്ന് പറയട്ടെ, എന്തുകൊണ്ട് സമയം തീരുന്നതുകൊണ്ട് എന്തുകൊണ്ട് BJP-യെ പിന്തുണയ്ക്കാൻ ക്രിസ്ത്യാനി അടക്കമുള്ള രാജ്യസ്നേഹികൾ തയ്യാറെടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുറന്നു പറയട്ടെ. അവിടെ നിൽക്കട്ടെന്നേ, ഞാൻ ഇതൊന്ന് പറയട്ടെ, സമയം കഴിഞ്ഞല്ലോ. എന്തുകൊണ്ട് പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് അമേരിക്ക ഭാരതത്തിനെതിരെ നീക്കം നടത്തുന്ന അമേരിക്കക്കെതിരെ നീക്കം നടത്തിക്കൊണ്ട് ഇന്ത്യയുടെ അജിത് ഡോവൽ ഇന്ന് റഷ്യയിൽ ഇറങ്ങിയ ദിവസമാണ്. ഇത്തരം കാര്യങ്ങൾ ഈ രാജ്യത്ത് നടക്കുമ്പോൾ ഒരു ഭാരതീയൻ എന്നുള്ള നിലയിൽ അഭിമാനത്തോടെയാണ് നമ്മളതിനെ കാണുന്നത്. ഒരു ബ്രിട്ടീഷ് ജേർണലിസ്റ്റിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. BJP-യാണ് ഭാരതം ഭരിക്കുന്നതെങ്കിൽ ഭാരതത്തിന്റെ പതാക ചന്ദ്രനിൽ പറക്കും. ചന്ദ്രകലയോടെ പറക്കും. ഞങ്ങൾക്കറിയാവുന്ന സംഭവിക്കുമെന്ന്. ഒരു മഠത്തിൽ നിന്ന് മറ്റൊരു മഠത്തിലേക്ക് ഓരോ ദിവസവും മാറി മാറി പാർക്കേണ്ടി വരുന്ന അവസ്ഥയില്ലേ? അതും അങ്ങ് അഭിമാനിയായ ഇന്ത്യക്കാരൻ എന്ന നിലയിൽ ആലോചിക്കേണ്ട വിഷയമാണ്. ഇനി അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം പ്രസക്തമായി അവിടെ നിൽക്കുകയാണ്. ഷൈജു ആന്റണിയും അത് തന്നെയാണ് പറഞ്ഞത്. ഷോൺ പറഞ്ഞു 7 കാര്യങ്ങൾ ആവശ്യപ്പെട്ടു രാജീവിനോട്, 6 കാര്യം നടത്തിക്കൊടുത്തു മഹാനായ ആശാനെന്ന്. ആ 6 കാര്യങ്ങൾ എന്തെന്നും പറയണം, നടക്കാതിരിക്കുന്ന ഒരു കാര്യം എന്ത് എന്നും പറയണം സഭാ നേതൃത്വം. വളരെയധികം നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും.